അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പ്രിയ വേണുഗോപാലൻ നായർ അവറുകളാണ്. തൻ്റെ ജീവിതത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. മരിക്കാൻ മറന്നുപോയ തൻ്റെ ഒരുപാട് ഓർമ്മകൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു. താന് കേവലം 2 വർഷക്കാലം മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടുള്ളത്. തൻ്റെ ജീവിതത്തിൽ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്ന ആ സ്വർഗീയ അനുഭവങ്ങൾ ഒത്തിരി ശ്രദ്ധേയമായ അനുഭവങ്ങളാണ്. അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് തികച്ചും ഇത് വേറിട്ട ഒരനുഭവമായിരിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. തൻ്റെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ ചില അനുഭവങ്ങൾ, ദൈവം ഇടപെട്ട ഒരുപാട് അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയും കേൾക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. തുടർന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നതിനായി കർത്താവിന്റെ ദാസൻ പ്രിയ വേണുഗോപാലൻ നായർ അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സംബന്ധിച്ചൊഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ സമയത്ത് ദൈവത്തിന്റെ ഒരു സാക്ഷിയായി ഈ അരോമ ടിവിയിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ ആയിരിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ അരോമ ടിവിയിൽ അഡ്മിൻ ആയിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ ദേവദാസനോടും കൂടെ ഉള്ള സഹപ്രവർത്തകരോടും എൻ്റെ സ്നേഹവും വന്ദനവും ദൈവനാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പരിചയപ്പെടുത്തിയ പാസ്റ്റർ ജോബി ചെങ്കലയോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം അനേകർക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആദ്യമേ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ചാനലായി, ഒരു പ്ലാറ്റ്ഫോമായി ഇത് അനേകർക്കൊരു അത്ഭുത സാക്ഷ്യമായി മാറണമേ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് വേണുഗോപാലൻ നായർ എന്നാണ്. എൻ്റെ ജന്മനാട് ചെങ്ങന്നൂർ താലൂക്കിൽ ചെറിയനാട് പഞ്ചായത്തിലാണ്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് തേക്കടി എന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ബാല്യകാല ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് ഒരു അതിപുരാതനമായ നായർ തറവാട്ടിലാണ്. സ്വന്തമായി വീട്ടിൽ കുടുംബക്ഷേത്രവും സർപ്പക്കാവും ഒക്കെയുള്ള ഒരു പുരാതന കുടുംബമായിരുന്നു. അന്ന് കാരണവന്മാർക്ക് പടവെട്ടാനും പടവെട്ടി സ്ഥലങ്ങൾ കെട്ടിപ്പിടിക്കാനും ഒക്കെയായി ഓടി നടന്നിരുന്ന ഒരു തറവാടായിരുന്നു. അങ്ങനെ വീട്ടിലെ ഈ അമ്പലങ്ങളിലെ പൂജയും കാവിലെ പൂജയും അതിൻ്റെ പിന്നിലുള്ള ആ കർമാദി കർമ്മങ്ങളിലുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റേത്. ഐത്തവും തീണ്ടലും തൊടിയിലും ഒക്കെയുള്ള ഒരു കുടുംബമായിരുന്നു. അവിടെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ളത്, വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് മുറ്റത്ത് കുഴി കുഴിച്ച് അതിൽ ഇലയിട്ട് ആഹാരം കൊടുത്തിരുന്നു. അവർ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അത് മൂടിയിട്ട് പോകണം. അങ്ങനെയായിരുന്നു അന്നത്തെ ആ നിയമം. അന്നും ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും ഞാൻ ചിന്തിക്കും, നമ്മളൊക്കെ പ്ലേറ്റിൽ ആഹാരം കഴിക്കുമ്പോൾ ഇവര് ഇലയ്ക്കകത്ത് കുഴിക്കകത്ത് ആഹാരം കഴിക്കുന്നുവല്ലോ എന്നുള്ള ഒരു ചിന്ത അന്നും എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്.
രാവിലെ ജോലിക്ക് വരുന്നവർ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് പോകുമ്പോൾ 1 രൂപ തുട്ട് വാങ്ങിയിട്ട് പോകും. ചിലപ്പോൾ ചിലർ 1 രൂപ പോലും വാങ്ങാതെ അമ്മയോട് പറയും, അമ്മേ ഇന്ന് പൈസ വേണ്ട, വീട്ടിലേക്ക് ആഹാരം തന്നാ മതി എന്ന് പറയും. അങ്ങനെയുള്ള ഒരു കാലമായിരുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ചെറുപ്പം മുതലേ കേട്ടു വളർന്നിരുന്നത്, നമ്മൾ എന്തു ബുദ്ധിമുട്ടിൽ വിളിച്ചാലും നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പരദേവതകളും ധർമ്മദൈവങ്ങളും കാവിലെ സർപ്പങ്ങളും വിളിച്ചാൽ വിളിപ്പുറത്തോടിയെത്തുന്ന അവരാണ്. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. അങ്ങനെ കേട്ടു വളർന്ന് ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ ജീവിതം വന്നുകൊണ്ടേയിരുന്നത്. വീട്ടിൽ എന്ത് സംഭവിച്ചാലും ആദ്യം ഉത്സവങ്ങളുടെ കാലത്തിനായിരുന്നു പ്രാധാന്യം. അവിടുന്നെല്ലാം അങ്ങനെ ഓടി നടന്നു. ആരുടെ മുന്നിലും ഞങ്ങളാണ് വലിയവർ, ഞങ്ങളാണ് എന്ത് തല ഉയർന്നവർ, ഞങ്ങളെ കഴിഞ്ഞ് ആരുമില്ല, അങ്ങനെയുള്ള ഒരു ചിന്തയിലൂടെ ജീവിച്ചു വന്ന് ആരെന്തു പറഞ്ഞാലും അവനെയെല്ലാം തള്ളിവിട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു. ആ ദാർഢ്യം, ആ ഗൗരവം, ആ കുടുംബ പാരമ്പര്യം എല്ലാം കൊണ്ടു നടന്നിരുന്നു. കാരണം അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ തലചായ്ക്കാൻ പാടില്ല, നമ്മളാണ് ഏറ്റവും വലിയവർ എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ വളർന്നു വന്നവരായിരുന്നു. എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ ആരോടും വഴക്കിന് പോകുന്നവനല്ലായിരുന്നു. എല്ലാവരുടെ സ്നേഹത്തോട് പല ജാതികളുടെ വീട്ടിലും ഞാൻ പോകും. തിരിച്ചു വരുമ്പോൾ അടിയും കിട്ടും വീട്ടിൽ നിന്ന്. കാരണം തൊട്ടുകൂടാനും പാടില്ല, തീണ്ടിക്കൂടാനും പാടില്ലാത്തവരുടെ വീട്ടിലൊക്കെ പോയിട്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് അന്നേരമേ വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിക്കും. നീ എന്തിനാ അവിടെ പോയി എന്ന് ചോദിച്ച്. അങ്ങനെയുള്ള ഒരു സമൂഹമായിരുന്നു. ആ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു ഈഴവ സ്ത്രീ കൊച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ദാ വേലക്കാരത്തി വന്നു എന്ന്. ഇത്രയും പാരമ്പര്യമുള്ള ഒരു വീട്ടിൽ ഞാൻ അമ്മയോട് വേലക്കാരത്തി വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞത്, വേലക്കാരത്തി എന്ന് പറഞ്ഞൊരു ജാതി ഇല്ല. ഇനി മേലാൽ നീ അവളെ വേലക്കാരത്തി എന്ന് വിളിക്കരുത്, നീ അവളുടെ പേര് വിളിച്ചോണം. ജാതി രണ്ടേ ഉള്ളൂ, ഒരാണും ഒരു പെണ്ണും. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത്രയും പാരമ്പര്യത്തിൽ കിടക്കുന്ന ഈ അമ്മ എങ്ങനെ ഇത് പറഞ്ഞു? പക്ഷെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മൊത്തം ആ വീടിനെ ഭയങ്കര പേടിയാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് നാട്ടുകാരെ മൊത്തം സ്നേഹമായിരുന്നു. നാട്ടുകാർക്കും അതുപോലെ തന്നെ എൻ്റെ അമ്മയോട് സ്നേഹമായിരുന്നു, എൻ്റെ അച്ഛനോടും സ്നേഹമായിരുന്നു. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു പാവം സ്ത്രീ, പാവം പുരുഷൻ എൻ്റെ അച്ഛനും അമ്മയും. മറ്റുള്ളവർക്ക് എന്തു സങ്കടം വന്നാലും അതിൽ ഓടിയെത്തുന്നവരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. അച്ഛനൊരു സ്വഭാവമേ ഉള്ളൂ, മക്കള് പഠിച്ചില്ലെങ്കിൽ മക്കളെ അടിക്കും. എന്നെ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ പഠിത്തത്തിന്റെ കാര്യത്തിൽ. കാരണം അച്ഛൻ മിലിറ്ററിക്കാരനായിരുന്നു. അച്ഛൻ ആദ്യം ഗാംഭീര്യം ഉണ്ടായിരുന്നു. ആ ഒരു സ്ട്രിക്റ്റ് ആയിരുന്നു വീട്ടിലും. എങ്ങും പോയിരിക്കാൻ പാടില്ല, ആരുടെയും വീട്ടിൽ പോകാൻ പാടില്ല, കളിക്കണമെങ്കിൽ വീട്ടുമുറ്റത്ത് കളിച്ചോണം, അല്ലെങ്കിൽ വീട്ടിന്റെ പറമ്പിൽ കുട്ടികളെയും കൂട്ടി കളിക്കാൻ കുഴപ്പമില്ല, വേറെ ആരുടെയും വീട്ടിൽ പോകരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിട്ടവട്ടത്തിലാണ് വളർത്തിയിരുന്നത്. പക്ഷേ എങ്കിൽ കാവിലെ പൂജയോ വീട്ടിലെ അമ്പലത്തിലെ പൂജയോ വന്നാൽ അതിനെല്ലാം മുൻപന്തിയിൽ ഓടി നടക്കണം, അതെല്ലാം ചെയ്യണം. അങ്ങനെയുള്ള ഒരു സിദ്ധാന്തമായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ചെറുപ്പകാലത്ത് ആര് വഴിയെ നടന്നു പോയി കഴിഞ്ഞാൽ ആൾക്കാരെതിരെ താന്ന ജാതിക്കാർ വന്നാൽ അവർ ശബ്ദമുണ്ടാക്കിയിട്ട് മാറി നിൽക്കും. എന്തിനാ? ഞങ്ങൾ കടന്നു പോയിട്ട് അവർ പോകത്തുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് കടന്നു പോകാനായിട്ടാണ് അവർ ഈ ശബ്ദം വെച്ചത്. അതിൽ നമ്മൾ മനസ്സിലാക്കണം, താന്ന ജാതിക്കാരോ മുന്നിൽ കൂടെ വന്നു, ഞങ്ങളെ കണ്ടതുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ് എന്ന്. അങ്ങനെ പാരമ്പര്യത്തിന്റെ ആ അന്ധകാര കെട്ടിൽ കിടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സ്കൂൾ ജീവിതങ്ങളിലായാലും എല്ലാത്തിലും ടീച്ചർമാരെ പോലും വാവക്കത്തില്ലായിരുന്നു. ആരെന്ത് പറഞ്ഞാലും അതിനെതിര് പറയുമായിരുന്നു. പല പ്രാവശ്യം അച്ഛനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല. അച്ഛനില്ല, അവിടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറയും. അങ്ങനെ തൊട്ട് അയലത്തുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ വീട്ടിൽ തന്നെ വന്നിട്ട് പറഞ്ഞു, ഇവൻ ഇന്ന പോലൊക്കെയാണെന്ന് പറഞ്ഞു. അച്ഛനും അതിനൊന്നും പറഞ്ഞില്ല. പക്ഷെ അടി കിട്ടും ടീച്ചർ പോയി കഴിയുമ്പോൾ എനിക്ക്. പക്ഷേ എങ്കിൽ ആ സ്കൂളിൽ പോലും ആ ഒരു ധാർഢ്യത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഞങ്ങൾ മുന്നിൽ ആരും മുണ്ടു മടക്കി കുത്തി നിൽക്കില്ല. ഞങ്ങളാണ് ഏറ്റവും വലിയ, ഞങ്ങളുടെ ദൈവമാണ് ഏറ്റവും വലുത്, ഞങ്ങൾ പറയുന്നതിന് അപ്പുറമില്ല. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലൂടെ ഞങ്ങൾ വളർന്നു വന്നു. ഞങ്ങൾ 6 ആണും 1 പെണ്ണുമാണ് എൻ്റെ കുടുംബത്തിലുള്ളത്. ഉള്ളയിലും മൂത്ത ജ്യേഷ്ഠൻ മരിച്ചുപോയി. ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് 1 പെണ്ണും
5 ആണുമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റയാണ്. ഇന്ന് ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ ബാല്യകാല ജീവിതത്തിൽ സ്കൂളിലായിരുന്നാലും എല്ലായിടത്തും കൂട്ടുകാരുമൊത്ത് എവിടൊക്കെ എന്തൊക്കെ ഉത്സവങ്ങൾ നടക്കുന്നു അവിടെ എല്ലാം പോവുമായിരുന്നു. പോയി അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭയങ്കരമായ എന്താ പറയുക, ആ പാരമ്പര്യത്തിന്റെ ഇതിലൂടെ നടന്നുപോയി. കൂടെയുള്ളവരൊക്കെ ചിലപ്പം വല്ലവരും അടിയുണ്ടാക്കും, പിടിയുണ്ടാക്കും. നേരം ഞാൻ പറയടാ, ആരെ അടിക്കരുത്, വിട്ടുകളാ വിട്ടുകളാ, അടിക്കരുത് അടിക്കരുത് എന്ന് പറയും. ഞാൻ പറയുമ്പോൾ അവർ കേൾക്കും. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു തറവാട്ടിൽ ആയിരുന്നു ജനിച്ചു വളർന്നത്. അവിടെ നിന്ന് ഞാൻ വിദ്യാഭ്യാസ മേഖലയും കഴിഞ്ഞു ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി. ഗുജറാത്തിൽ ജോലി ചെയ്തു, ബോംബെയിൽ ജോലി ചെയ്തു, മധ്യപ്രദേശിൽ ജോലി ചെയ്തു, ഛത്തീസ്ഗഡിൽ ജോലി ചെയ്തു. അങ്ങനെ ഛത്തീസ്ഗഡിൽ ജോലി ചെയ്യുമ്പോഴാണ് ഒരു ദിവസം എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, കുളിച്ചു കഴിഞ്ഞാൽ അന്നേരം ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ പോയിരുന്നാലും, അത് നാട് വിട്ടപ്പോഴായാലും എവിടെ പോയിരുന്നാലും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ആ ഈറനോടുകൂടി ആ തോർത്തുടുത്ത് ആ തുളസിത്തറയുണ്ട്, തുളസിത്തറ അതിന്റെ മുന്നിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ഈ പരദേവതകളെയും ധർമ്മദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ച് സർപ്പത്തിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു രസകരമായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഇതുപോലെ കുളിയും കഴിഞ്ഞ അപ്പം അവിടെ ഒരു കുടുംബം, വലിയൊരു കുടുംബമാണ്. അവരുടെ നടുക്ക് ഒരു വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു കുളമുണ്ട്. അതിൽ ആർക്കും കുളിക്കാൻ അനുവാദമില്ല. വെളിയിലുള്ളവർക്ക് കുളിക്കാൻ പുറത്തൊരു കുളമുണ്ട്, അവിടെ പോയി കുളിക്കണം. അപ്പൊ ഞാൻ ഒരു ദിവസം കുളിയും കഴിഞ്ഞു വന്ന് ഈ എന്താ പറയുന്നത് തുളസിത്തറ കണ്ടപ്പോൾ ചന്ദനത്തിരി എടുത്തോണ്ട് വന്ന് കത്തിച്ച് അതിന്റെ മുമ്പിൽ കുത്തി ഞാൻ അവിടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ വീട്ടുകാർ ഇത് കണ്ടു. വീട്ടുകാർ ഓടി വന്ന് എന്റെ കാലിൽ തൊഴുത്, എന്താ പറയുന്നത്, സാഷ്ടാംഗം എന്റെ കാലിന്റെ ചോട്ടിൽ വീണിട്ട് തൊഴുത്, എന്താ പറയുന്നത്, ആ പലരുടെയും പേരുകൾ വിളിച്ചു പറഞ്ഞ് ആ എന്നെ തൊഴുത അലമുറയിടാൻ തുടങ്ങി. ഞാനപ്പോ പറഞ്ഞു, ഇതെന്ത് പരിപാടി, ഇതെന്താ കാണിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ കാണിക്കരുത്, ഞാൻ ഇത്രയും ചെറുപ്പക്കാരനല്ലേ, നിങ്ങൾ ഇത്രയും പ്രായമായവരല്ലേ, ഇങ്ങനൊക്കെ ചെയ്യാവോ എന്ന് ചോദിച്ചു. എന്നെ പറഞ്ഞു, അല്ലല്ല, നീ വലിയൊരു മഹാനാണ്, നീ വലിയൊരു കുടുംബത്തെ ജനിച്ചവനാണ്, ഇന്നുവരെ ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല ആരും ഇങ്ങനെ കത്തിക്കുന്നു എടുക്കുന്നു, നീ വലിയവനാണ് എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് എനിക്ക് ഇവരുടെ കൂട്ടത്തിൽ ഇവര് കുളിക്കുന്ന കുളത്തിൽ കുളിക്കാം, പുറത്തു പോകണ്ട, കാരണം ഞാൻ അവരുടെ കൂട്ടത്തിൽ ഒരു അംഗമായി. എന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു കാര്യം, രസിപ്പിച്ച ഒരു കാര്യമായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആൾക്കാര് എന്റെ കാലിന്റെ ചോട്ടിൽ വീണിട്ട് എന്റെ സാഷ്ടാംഗം വീണ് തൊഴുത് ഇത് ചെയ്യുന്നത്. അതെനിക്കൊരു ഭയങ്കര രസകരമായി തോന്നി ഇവരങ്ങനെ ചെയ്തപ്പോ. അപ്പൊ ഞാൻ അന്നേരം ഒന്നുകൂടെ ഇതായി, ആ നമ്മൾ വലിയവരെന്നും പറഞ്ഞ് ചിന്തിച്ച് നടന്നിരുന്നിട്ട് ഇവിടെയും നമുക്കൊരു ബഹുമാനം കിട്ടിയല്ലോ, നമ്മളെ ഇവർ അത്രയും ഉയർത്തി വെച്ചിരിക്കുന്നല്ലോ എന്നുള്ള ആ ഒരു അഭിമാനത്തിലായിരുന്നു. അങ്ങനെ ഞാൻ വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു. പലയിടത്തും ആരുടെയും മുന്നിൽ തല കുനിക്കാൻ പോയിട്ടില്ല. ആ ദാർഢ്യത്തോടു കൂടി തന്നെ, ആ കുടുംബ പാരമ്പര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ പോയി ഞാൻ ബോംബെയിൽ ഗാർമെന്റ്സ് ലൈനിൽ ജോലി ചെയ്യുകയായിരുന്നു, ക്വാളിറ്റി ഇൻചാർജ് ആയിട്ട്. അവിടെ വെച്ചും ഇങ്ങനെ തന്നെയാണ് നടന്നത്. എല്ലാ ജീവിത രീതികളിലും ഞാൻ ഈ ഒരു എന്താ പറയുന്ന കുടുംബ പാരമ്പര്യത്തിന്റെ ആ കെട്ടിൽ, ആ ഒരു ഉറപ്പിലായിരുന്നു നടന്നിരുന്നത്. ആരുടെയും മുന്നിൽ തല താഴ്ത്താൻ പോയിട്ടില്ല ഞാൻ. എന്താ പറയാ, എവിടെ പോയിരുന്നാലും അമ്പലങ്ങളിലായിരുന്നു ആദ്യം പോകുന്നത്. ബോംബെയിലായിരുന്നപ്പോഴും അമ്പലങ്ങൾ തോറും പോവുമായിരുന്നു. എവിടെ ഇരുന്നാലും അമ്പലങ്ങളിൽ പോകും, അവരെ ആരാധിക്കും, അവരെ വിളിച്ചു പ്രാർത്ഥിക്കും, അവരാണ് നമ്മുടെ ഏറ്റവും വലിയ തുണ എന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് ഞാൻ ഇന്ത്യയിലെ ജോലികളെല്ലാം കഴിഞ്ഞ് 1999 ഓഗസ്റ്റ് മാസം, അതായത് ഞാൻ ബോംബെയിൽ നിന്നും ഞങ്ങളുടെ കമ്പനി ബാംഗ്ലൂരിന് വന്നു. ബാംഗ്ലൂരിൽ നിന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ദുബായിക്ക് പോകാനായിട്ടൊരു ചാൻസ് വെക്കുന്നത്. ദുബായിക്ക് പോയി ഓഗസ്റ്റ് മാസം 1-ാം തീയതി 1999 ഓഗസ്റ്റ് 1-ന് ഞാൻ ദുബായിക്ക് പോയി. ദുബായി ചെന്ന് കഴിഞ്ഞപ്പോഴും ജോലി ചെയ്യുന്നിടത്തെല്ലാം നമ്മളുടെ ആ ഒരു ഗാംഭീര്യം, കുടുംബം, മഹിമ, അവിടുന്ന് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ദുബായിലുള്ള അമ്പലങ്ങളിലും പോവുമായിരുന്നു.
ഏത് പൂജ നടന്നാലും അവിടെ എല്ലാം ഓടിച്ചെല്ലും. സ്കൂള് ചിലപ്പോൾ കമ്പനിയിൽ ജോലി ചെയ്യുന്നിടത്ത് വർഷത്തിലൊരിക്കൽ ഈ ഹോളിഡേ കൊടുത്തും വെച്ച് പൂജ വെക്കും. പല പൂജകൾ നാട്ടിലെ വരുമ്പോൾ അതിന്റെ എല്ലാം മുന്നിൽ പോയി മുണ്ട് കൊടുത്ത് ഇത് ഷർട്ട് ഇട്ടിട്ട് പോയി നിന്ന് ചന്ദനക്കുറിയും തൊട്ട് എല്ലാം തൊട്ട് അവിടെ പോയി നിൽക്കും. അങ്ങനെയുള്ള ഒരു ചിന്തയിലൂടെ ആയിരുന്നു ഞാൻ വന്നിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഞാൻ ഈ ഒരു കുടുംബ പാരമ്പര്യത്തിന്റെ പേരിൽ ഒത്തിരി അഹങ്കരിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ആരെ ഉപദ്രവിച്ചിട്ടുമില്ല. കാരണം എൻ്റെ അമ്മ ഒരിക്കൽ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, ആർക്കും ഉപകാരം ചെയ്തില്ലേലും ആർക്കും ഉപദ്രവം ചെയ്യരുത്. എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ വേണം, എല്ലാവരും നമ്മളുടെ കൂടെയുള്ള രക്തബന്ധമാണ് എന്നുള്ള ചിന്തയിൽ പോകണമെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരുന്നത്. ഞാൻ ആ ഒരു ചിന്തയിലും ആ ഒരു ഓർമ്മയിലുമായിരുന്നു പോയിക്കൊണ്ടിരുന്ന. ആരുമായിട്ടും വഴക്കിന് പോകത്തില്ലായിരുന്നു. ഞാൻ നാട്ടിൽ വെച്ച് മദ്യപിക്കത്തില്ലായിരുന്നു. ഇന്ത്യയിൽ വെച്ച് ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ ആരെങ്കിലും മദ്യപിച്ചിട്ട് എൻ്റെ മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നാലോ ഞാൻ അവനെ തെറി വിളിച്ച് ഓടിക്കും. അത്ര ദേഷ്യമായിരുന്നു എനിക്ക് മദ്യത്തിനോട്. പക്ഷെ ഞാൻ ഗൾഫിൽ പോയതിന് ശേഷം ഞാൻ മദ്യം ബിയർ കുടിക്കാൻ തുടങ്ങി ആദ്യം. അത് കഴിഞ്ഞ് മദ്യത്തിലേക്ക് അത് മാറി. അങ്ങനെ നല്ലതുപോലെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സിഗരറ്റ് 40 സിഗരറ്റൊക്കെ ഞാൻ ഒരു ദിവസം വലിക്കുമായിരുന്നു. ലോകത്തിന്റെ ആ ഒരു എന്താ പറയുന്ന എന്തെല്ലാം ഈ മദ്യത്തിലൂടെയും സിഗരറ്റിലൂടെയും അനുഭവിക്കാതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചരസോ അങ്ങനെയുള്ള ആ കഞ്ചാവ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. നാട്ടിൽ വരുമ്പോൾ ഞാൻ വീട്ടിൽ വല്യമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ മുറുക്കുന്ന കാണുമ്പോൾ അവരുടെ വെറ്റില മേടിച്ച് മുറുക്കും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ മുറുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ മുറുക്കി തുപ്പിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അകത്തിടും. അത് കാരണം മുറുക്കത്തില്ല. റൂമിൽ കൊണ്ടുവച്ച് മദ്യപിക്കും. നല്ലതുപോലെ മദ്യപിക്കുമായിരുന്നു. അന്നും എത്ര മദ്യപിച്ച് കിടന്നാലും ഈ കുടുംബത്തിലെ പരദേവതകളെയും ധർമ്മദൈവങ്ങളെയും സർപ്പക്കാവിലെ പാമ്പുകളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടേ കിടക്കത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വെളിയിൽ കാല് തറയിൽ വെക്കുന്നതിന് മുമ്പ് ഇവരെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടേ എഴുന്നേക്കത്തുള്ളായിരുന്നു. കാരണം ആ ഒരു ചിന്തയിലൂടെയാണ് വളർന്നു വന്നിരുന്നത്. ഇവരാണ് നമ്മളുടെ എല്ലാ ഇതിനും മുന്നിലുള്ളത്. നമ്മൾ ഇതുവരെയും എത്തിയതെല്ലാം ഇവരുടെ ഒരു കഴിവ് കൊണ്ടാണ് നമ്മളെ ഈ കൊണ്ടു നടക്കുന്നത്. പക്ഷെ അന്ന് എനിക്കൊരു ഇതുണ്ട്. കാരണം കുടുംബത്തിൽ എല്ലാവരും പറയും ശിവൻ, പാർവതി, സരസ്വതി, ലക്ഷ്മി, ഭദ്രകാളി, അങ്ങനെ പലരുടെ പേര് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ഒറ്റ ചിന്തയുണ്ടായിരുന്നു, ഈ ലോകത്തെ മൊത്തം താങ്ങി നിൽക്കുന്ന ഒരേ ഒരു ശക്തി. പക്ഷേങ്കിൽ പലരും അമ്മയ്ക്കും അച്ഛനൊന്നും അപ്പനൊന്നും എല്ലാം പേര് പറഞ്ഞ് പലതാക്കിയിരിക്കുന്നു. പക്ഷേ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഈ സർവ്വ ചരാചരങ്ങളെയും ഒറ്റ വിരളിൽ നിർത്തിയിരിക്കുന്ന ഒരു ശക്തി മാത്രമേ ഈ ദൈവമായിട്ടുള്ളൂ എന്ന് അന്നും ഞാൻ ചിന്തിച്ചിരുന്നു. അന്ന് അതെന്റെ മനസ്സിൽ പലവട്ടം തന്നിരുന്നു ആ ചിന്ത. ഒരൊറ്റ ശക്തി മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, അല്ലാതെ വേറൊരു ശക്തിയും പല ദൈവങ്ങളും ഇല്ല, ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് അന്നും എൻ്റെ മനസ്സിലെ ചിന്ത തന്നിരുന്നു. ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസാധാരണ ഒരു ദൈവ സാന്നിധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സ്തോത്രപ്പ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തപ്പോഴും പല ഇടങ്ങളിൽ ജോലി ചെയ്തപ്പോഴും എല്ലാം എൻ്റെ ജീവിതത്തിൽ ഇവരാണ് ഏറ്റവും വലുത്, ഇവരാണ് ഏറ്റവും വലുത്, ഇവരിലൂടെ അല്ലാതെ ഒരു രക്ഷയും ആർക്കും ഇതുമില്ല, നമുക്ക് വരുത്തില്ല, നമ്മുടെ കുടുംബത്തിലെ എല്ലാത്തിനും കാരണം ഞാൻ ഇന്ന് ഗൾഫിൽ വന്നതിനും എല്ലാം ഇവരാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ ഒരിക്കൽ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവധിക്ക് പോയി. ബാംഗ്ലൂരിലായിരുന്നു ചെന്നത്. ബാംഗ്ലൂർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ചെന്നു. അവിടെ വെച്ച് നമ്മുടെ ബാംഗ്ലൂരിൽ എന്താ പറയുക, ദാസർലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പിനിയായിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ആ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുവാൻ ഇടയായി. അപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു, ഈ ഗൾഫിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞു ഇന്ന പോലൊക്കെ ഒരു പൂജ ചെയ്യണം എന്ന് പറഞ്ഞു.
ഗണപതി ഹോമവും ഭഗവതി സേവയും പിന്നെ വേറെ എന്തൊക്കെയോ പൂജ അദ്ദേഹം പറഞ്ഞു. അതെല്ലാം വീട്ടിൽ കൊണ്ടുവച്ച് ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ആഭരണം വാങ്ങണം. അയ്യപ്പന്റെ അമ്പലമായിരുന്നു. ആ അയ്യപ്പന്റെ അമ്പലത്തിൽ ഇത് വെക്കാനായിട്ട് ഒരു സ്വർണത്തിന്റെ ഇത് വേണം. അതുപോലെ ചെറിയൊരു സ്വർണത്തിന്റെ ലോക്കറ്റ് പോലെ, താലി പോലെ, തകിട് പോലെ ഒരെണ്ണം വേണം. അത് എന്റെ കഴുത്തിൽ ഇടാനാണെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്ത് രാത്രി സന്ധ്യയ്ക്ക് 5 മണിക്ക് തുടങ്ങിയ പൂജ വെളുപ്പിനെ 4 മണി വരെയും പൂജ ചെയ്ത് എല്ലാം കഴിഞ്ഞു. ഇവര് പൈസയും മേടിച്ചുകൊണ്ട് പോയി. ഞാൻ ഇവര് തന്ന സാധനവും കഴുത്തേൽ ഇട്ടുകൊണ്ട് നടന്നു. ലാസ്റ്റ് ഗൾഫിൽ പോയി തിരിച്ചുപോയി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിസ റിന്യൂവൽ ചെയ്യേണ്ട സമയമായപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊരിക്കലും ഊരരുത് കഴുത്തേലെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും കഴുത്തേ ഊരരുതേ എന്ന് പറഞ്ഞു. വിസ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് വീണ്ടും മെഡിക്കലിന് പോയി. മെഡിക്കലിന് എന്നപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ എക്സ്റേക്ക് അതിൽ റിഫ്ലക്ഷൻ എന്തോ ഒരു കറുത്ത സാധനം. അവിടുന്ന് ഇതായി അവര് പറഞ്ഞു എക്സ്റേയിൽ പ്രോബ്ലം ഉണ്ട്, രണ്ടാമത് ഒന്നുകൂടി എടുക്കണം. വീണ്ടും എടുത്തു, വീണ്ടും ഇത്. അന്നേരം എനിക്ക് പിന്നെ എന്റെ മനസ്സിൽ വന്നു ഈ സാധനം കഴുത്തേ കിടക്കുന്നു, ഇതിന്റെ റിഫ്ലക്ഷൻ അടിച്ചതായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഈ കഴുത്തേ കിടക്കുന്ന ഈ തകിടിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും, എനിക്കല്ലാതെ വേറെ അസുഖം ഒന്നുമില്ല, ഞാൻ അതൊന്ന് ഊരി വെക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മലയാളിയായിരുന്നു, അദ്ദേഹം പറഞ്ഞു അത് ഊരുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അത് ഊരി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഊരരുതെന്ന. തലയ്ക്ക് വെളിയിലെടുത്തില്ല, തലയുടെ ഇവിടെ വരെയും കയറ്റി വെച്ചിട്ട് എക്സ്റേ എടുപ്പിച്ചു. എക്സ്റേ എടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ അത് ആലോചിക്കുന്നുണ്ട്, അന്ന് യഥാർത്ഥ ദൈവത്തിനാലായിരുന്നു ആ തകിട് എന്റെ കഴുത്തേൽ ഇട്ടിരുന്നതെങ്കിൽ ആ റിഫ്ലക്ഷൻ അവിടെ വരുമായിരുന്നില്ല. അപ്പോൾ അത് മാറ്റിയപ്പോൾ ആ റിഫ്ലക്ഷൻ മാറി ഞാൻ എക്സ്റേയിൽ പാസ്സാവുകയും ചെയ്തു. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ല, നാട് വിട്ടു പോയിട്ടില്ല, ഒന്നുമില്ല. 1 മാസത്തെ അവധിക്ക് നാട്ടിൽ വന്നതേ ഉള്ളൂ. പിന്നെ 1 വർഷം കഴിഞ്ഞായിരുന്നു റിന്യൂവല്. അങ്ങനെയെല്ലാം പല ചിന്തകളിലും പല രീതിയിലും പലവിധമായിട്ടുള്ള സ്വഭാവങ്ങളിലുമായി വളർന്നു വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോ വർഷവും ഞാൻ നാട്ടിൽ വരും. നാട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും ഓരോരോ സാധനങ്ങൾ, ഒരു വർഷത്തേക്ക് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഓരോരുത്തർക്കുള്ള സാധനങ്ങളെല്ലാം കൊടുത്ത് തിരിച്ചു പോവും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടുത്തെ ഗൾഫിൽ തന്നെയുള്ള ഒരു സഹോദരിയുമായിട്ട് പരിചയമാകുന്നതും. അപ്പോൾ വിവാഹം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലൂടെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെടുകയും ആ ഒരു പരിചയം ഒരു എന്താ പറയാ ഒരു പ്രണയത്തിലേക്ക് മാറുകയും അങ്ങനെ ആ ആളിനോട് നാട്ടിൽ പോകാൻ പറയുകയും നാട്ടിൽ വരികയും ഞാൻ ഇവിടെ വന്ന് രജിസ്റ്റർ മാരേജ് ചെയ്ത് അതൊരു വിവാഹത്തിലേക്ക് മാറ്റുകയും ചെയ്തതിന് ശേഷം ആളിനെ ഞാൻ തിരിച്ച് ഗൾഫിന് വിട്ടിട്ടില്ല, നാട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ നിന്നും പണമൊക്കെ അയച്ചു കൊടുക്കും, ഇവിടെ വസ്തു മേടിക്കാൻ പൈസ അയച്ചു കൊടുത്തു, നാട്ടിൽ വസ്തു മേടിച്ചു, ഒരു വീട് വെക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അങ്ങനെ ഓരോ വർഷവും ഞാൻ വരികയും പോവുകയും എല്ലാവർക്കും സന്തോഷത്തോടും സ്നേഹത്തോടും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല സംഭവങ്ങളും സംഭവിക്കാൻ തുടങ്ങി. ഒന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിച്ച് ആരെ കൂടെ നിർത്തിയോ അവരിലൂടെ തന്നെ എനിക്ക് ചതി പറ്റി. ഞാൻ പൈസ അയച്ചു കൊടുത്ത് വസ്തുവകകൾ വാങ്ങി, പക്ഷേങ്കിൽ അതിൻ്റെ അകത്തിൽ ആധാരം എങ്ങനെ എഴുതിയെന്നോ വസ്തു ആരുടെ പേരിൽ വാങ്ങിച്ചെന്നോ ഞാൻ ചെക്ക് ചെയ്യാൻ പോയിട്ടില്ല, ഞാൻ നോക്കാൻ പോയിട്ടില്ല. കാരണം ഞാൻ വിശ്വസിച്ച് കൂടെ നിർത്തിയ ആളാണ്. അപ്പൊ എല്ലാം അത് വേണ്ട പോലെ ചെയ്യും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. അത് കഴിഞ്ഞ് ഓരോരോ സാധനങ്ങൾ വീട്ടിൽ മേടിക്കാൻ തുടങ്ങി. വീട് വെക്കണമല്ലോ, അതിനുള്ള ഓരോരോ സാമഗ്രികൾ വീട്ടിൽ ഇറക്കുവാൻ തുടങ്ങി. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് 2004 മുതൽ ഞാൻ വീടിന് വേണ്ടി ഉള്ള ആയിരുന്നു. അന്നേരവും ഞാൻ ഗൾഫിലാണ്, ദുബായിൽ തന്നെയാണ്. 20 വർഷത്തോളം ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ വന്ന് ഓരോരോ
സാധനങ്ങൾ, ഭവനത്തിന്റെ പണിക്ക് വേണ്ടിയുള്ള പല സാധനങ്ങൾ മേടിച്ചു. അപ്പൊ പലരെ കൊണ്ട് വീടിന് സ്ഥാനം നോക്കിപ്പിച്ചു. അപ്പൊ പലരും പറഞ്ഞു അത് അവിടെ ഇങ്ങനെ വേണം, ഇവിടെ ഇങ്ങനെ വേണം, അതിന് ഇവിടെ ഇന്ന ദോഷമുണ്ട്, ഇതെല്ലാം പറഞ്ഞു. അതിനെല്ലാം അവരെ കൊണ്ട് തന്നെ അതിന് പരിഹാരം കണ്ടിട്ട് അതിനെല്ലാം പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്ത് ഞാന് വീടിന്റെ പണിയും തുടങ്ങിയപ്പോൾ 2014 കാരണം അതുവരയ്ക്കും ഈ സ്ഥാനം നോക്കുന്നവർ ഒക്കെ പലതും അതിന് അവിടെ പ്രശ്നമുണ്ട്, അത് പാമ്പ് പോകുന്ന വഴിയാണ്, ഇത് എന്താ പറയുന്നത്, ഇന്നവര് പോകുന്ന വഴിയാണ്, ഇതിലൂടെ വേറെ രാത്രി ഇത്ര മണിക്ക് ദേവീദേവന്മാരുടെ സഞ്ചാരമുണ്ട്, ഇതൊക്കെ പറഞ്ഞ് അവിടെ ഒന്നും വീട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരോ സമയത്തിന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവര് പറഞ്ഞതും പ്രകാരം വീടും വെപ്പിച്ചു. 2014 വീട് വെച്ചു. ഞാൻ തന്നെ വന്ന് നിന്ന് കംപ്ലീറ്റ് എല്ലാം ചെയ്തു. അന്നേരവും ഞാൻ ഈ ആധാരമോ പ്രമാണമോ ഒന്നും ചെക്ക് ചെയ്യാൻ പോയില്ല. അവിടെ നിന്നും ഞാൻ 2015 ഒരു മാസത്തെ അവധിക്ക് വന്നിട്ട് വീടിന്റെ പെയിന്റിങ്ങും ഒക്കെ ചെയ്ത് കയറി താമസവും വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഗൾഫിന് പോയി. വർഷത്തിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ ഈ വീടോ വസ്തുവോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും ഞാൻ ആധാരം ചെക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ഓരോ വർഷവും അവധിക്ക് വരികയും വേണ്ടപ്പെട്ടവർക്കെല്ലാം ഓരോ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാവർക്കും ഈ പൈസയോടാണല്ലോ ആർത്തി, സാധനങ്ങളോടാണല്ലോ ആർത്തി. ഗൾഫിലുള്ളവർ വരുമ്പോൾ ഗൾഫിലെ സാധനങ്ങൾ കിട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആർത്തിയല്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവളുടെ സഹോദരിക്കും കുടുംബത്തിനും വേണ്ട എല്ലാം ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. കാരണം അവര് പാവങ്ങളായിരുന്നു എന്റെ പേര്. മകൾക്ക് വരെ അവൾ എന്തു പറയുന്നോ അത് കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ നല്ല സ്നേഹത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും വീണ്ടും പോകുന്നു. അപ്പോൾ വീട്ടിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ വീട്ടിലെ എന്താ പറയുന്നത്, ആ ഒരു സാഹചര്യത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും. വീട്ടിലെ ആ സമീപനത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ജീവിത അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഇതെന്നാ ഇങ്ങനെ വരുന്നത്? കാരണം നമ്മളാർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എല്ലാവർക്കും സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആരെയും ഉപദ്രവിച്ചിട്ടില്ല. പിന്നെയും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നു? ഒരു മാസത്തെ അവധിക്ക് വന്നാൽ 10 ദിവസം 15 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പല പ്രതികൂലങ്ങളും ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവൾക്കൊരു എന്താ പറയാ, പ്രിയപ്പെട്ടവൾക്കൊരു ഇതുണ്ടായിരുന്നു, എന്ത് കിട്ടിയാലും എന്തുണ്ടായാലും സ്വന്തം സഹോദരിക്ക് കൊടുക്കണം മൊത്തം. അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം സഹോദരിയല്ലേ. കാരണം അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ സഹോദരിയും ജ്യേഷ്ഠനും കൂടിയാണ് ഇവളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തതും വളർത്തിയതുമെല്ലാം. ഇവള് ഗൾഫിലായിരുന്നപ്പോഴും ഇവളുണ്ടാക്കിയ ശമ്പളങ്ങളും എല്ലാം ആ സഹോദരിക്ക് വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. പല രീതിയിലും പല ആവശ്യത്തിനും ആ പൈസ മൊത്തം അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കൊടുത്തിരുന്നത്. അതിനൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവരാണ് ഇവളെ വളർത്തിയത്, വലുതാക്കിയതെല്ലാം. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ കൊടുക്കുന്നു, അതിന് നമ്മൾ എന്ത് വേണം? നമുക്കുണ്ടാക്കുന്നു, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നു. അവിടുന്ന് ഞാൻ വന്നും പോയിക്കൊണ്ടിരുന്നു. 2019 ഞാൻ ഒരു മാസത്തെ മെയ് മാസം 1-ാം തീയതി ഒരു മാസത്തെ അവധിക്ക് വന്നതായിരുന്നു. ഈ ഒരു മാസത്തെ അവധിക്ക് വന്നപ്പോൾ പുതിയ വീടായിരുന്നു. വീടിന്റെ മുറ്റത്ത് ഒരു കുഴൽക്കിണർ അടിക്കണമെന്ന് വൈഫ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു. ഒരു 5 ദിവസത്തിനുള്ളിൽ കുഴൽക്കിണർ അടിച്ച് മോട്ടറെല്ലാം പിടിപ്പിച്ച് ടാങ്കും പുതിയത് വെപ്പിച്ചു, പൈപ്പ് ലൈനിന്റെ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കി എല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വീടിന്റെ 3 വശം നമ്മുടെ വീട് താഴേന്ന് ഈ ഇടുക്കിയിലൊക്കെ ആവുമ്പോൾ, അതായത് തട്ടായിട്ടാണ് മണ്ണ്. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിടിയാൻ ചാൻസ് ഉണ്ട്. അത് കാരണം വീടിന്റെ 3 വശം 1.5 ആൾ കളത്തത്തിൽ മതിൽ കെട്ടണമെന്ന് പറഞ്ഞു. അതെല്ലാം ചെയ്തു, കംപ്ലീറ്റ് ചെയ്ത്. 1.5 അല്ല, താഴെ 2 പേര് ഇന്നാലും കാണത്തില്ല, ആ രീതിയിൽ മതിൽ കെട്ടി.
മതില് കെട്ടി എല്ലാം നല്ല രീതിയിലാക്കി, മിറ്റമൊക്കെ നല്ല ലെവലാക്കി എല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല അനിഷ്ട സംഭവങ്ങളും സംഭവിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാനപ്പോ ആലോചിച്ചു, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? കാരണം ഞാൻ എല്ലാവരെയും ഉപകരിച്ചിട്ടേ ഉള്ളൂ, ഉപദ്രവം ചെയ്തിട്ടില്ല. എപ്പോഴും ദൈവത്തെ മറന്നു പോയിട്ടില്ല, ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വന്നു. പക്ഷേ എങ്കിൽ എന്റെ ജീവിതത്തിൽ പല പല കഷ്ടങ്ങളായി. ആ 15 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ, അതായത് ഞാൻ 1 മാസത്തെ അവധിയേ ഉള്ളൂ, 2019 മെയ് മാസം 15-ാം തീയതി കഴിഞ്ഞതോടുകൂടി എന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി. ഞാൻ അപ്പോഴെല്ലാം അമ്പലങ്ങളിൽ പോവുമായിരുന്നു. പല ദേവാലയങ്ങളിൽ പോയി പല പൂജാരിമാരോട്, കർമ്മികളോട് ഈ വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം എന്നോട് ഒരൊറ്റ വാക്ക് പറഞ്ഞു: നീ കുടുംബക്ഷേത്രത്തിലെ പരദേവതകളെയും ധർമ്മദൈവങ്ങളെയും സർപ്പക്കാവിലെ പാമ്പുകളെയും ഒക്കെ വിട്ടിട്ട് നീ ഇത്രയും ദൂരെയുള്ള സ്ഥലത്ത് വന്നിരിക്കുന്നു, അവർക്ക് വേണ്ട കർമാതി കർമ്മങ്ങളൊന്നും നീ ചെയ്യുന്നില്ല, അതിന്റെ ദോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവര് തന്ന ചിട്ടും പ്രകാരം കംപ്ലീറ്റ് കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് ഡെയിലി പോയിട്ട് ആ കർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു അവിടെ ഉള്ള ഒരു അമ്പലത്തിൽ. ആ അമ്പലത്തില് ഭദ്രകാളിക്ക് ചുമന്ന ചെമ്പരത്തി പൂമാല, എന്താ പറയുന്നത്, നാരങ്ങ വിളക്ക്, നെയ്വിളക്ക്, അങ്ങനെ പല പല ഇത്, പിന്നെ പട്ടുടുപ്പിക്കണം, അങ്ങനെ ഓരോരോ കർമ്മങ്ങൾ പറഞ്ഞു. ഗണപതി ഹോമം, അതെല്ലാം പറഞ്ഞു. അവരെന്തൊക്കെ ഒരു നമ്മൾ കടയിൽ പലചരക്ക് സാധനം മേടിക്കാൻ പോകുമ്പോൾ ലിസ്റ്റ് എഴുതി പോകുന്ന മാതിരി ഒരു ഇത് തന്നു. ഞാൻ അതെല്ലാം അവര് പറഞ്ഞതും പ്രകാരം ചെയ്തു പോയി. പക്ഷെ ഈ വിളിപ്പുറത്ത് വരുന്നവരാരും വന്നില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും വിളിപ്പുറത്ത് വരുന്നവരാരും വന്നില്ല. അന്നേരം ഞാൻ ആകെ പ്രതികൂലം കൂടിക്കൂടി വന്നതല്ലാതെ ഒരനുകൂലവും എന്റെ ജീവിതത്തിൽ വന്നില്ല. അങ്ങനെ ദിവസങ്ങൾ പോയി. ഞാൻ വീണ്ടും 1 മാസത്തിനും എനിക്ക് പോകേണ്ടതാ തിരിച്ച്. പക്ഷെ ഞാൻ ഒരു ചിന്തയെടുത്തു, ഞാൻ ഈ പോയിട്ട് എന്തുണ്ടാക്കാനാണ്, ആർക്ക് വേണ്ടി ഉണ്ടാക്കാനാണ്? അപ്പോൾ വീട്ടിൽ നിന്നും ഒരു സംഭവം കൂടി അറിയാൻ കഴിഞ്ഞു. ഞാൻ പൈസ അയച്ചു കൊടുത്ത് മേടിച്ച സ്ഥലവും വെച്ച വീടും എന്റെ പേരിലല്ല. അവിടെ തന്നെ ചതിക്കപ്പെട്ടു കളഞ്ഞു. അങ്ങനെ ഞാൻ ഇതായി, മനസ്സാകെ തകർന്ന് ഞാൻ കണ്ണീരോട് കണ്ണീരായി. 24 മണിക്കൂറും തോട്ടിക്കൂടെ വെള്ളം ഒഴുകുന്ന മാതിരി ഞാൻ കണ്ണീരോട് കണ്ണീരൊഴുക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ആരോട് പറയും? എവിടെ പോയി പറയും? എന്റെ സഹോദരങ്ങളോട് പറയാൻ പറ്റുമോ ഞാൻ അയച്ചു കൊടുത്ത കാശ് കൊടുത്തിട്ട് സ്ഥലം മേടിച്ചതും വെച്ച വീടും വല്ലവന്റെ പേരിലാണ്? പറയാൻ പറ്റില്ല. കാരണം ആരുടെ പേരിൽ അയച്ചു കൊടുത്തോ അവരെല്ലാം അവരുടെ പേരിലാക്കിയത്. എനിക്ക് ഒരു തെളിവും ഇല്ലാതായിപ്പോയി. എന്റെ ഒരു പേര് പോലും അതിനകത്ത് ഇല്ലാതായിപ്പോയി. അങ്ങനെ ഞാൻ വീണ്ടും അമ്പലങ്ങൾ തോറും പോയി. ഈ വസ്തുവകളൊക്കെ കിട്ടണം തിരിച്ച്, അവർക്കൊരു മനസ്സ് വരണം, ദൈവം അതിനിടപെടണം. അങ്ങനെ പൂജാരിമാര് പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്തു. അവരെല്ലാം പറഞ്ഞതുപോലെ ചെയ്തിട്ടും ഈ വിളിപ്പുറത്ത് വരുന്നവരാരും വന്നില്ല. ഒരു പാമ്പും വന്നില്ല, കുടുംബക്ഷേത്രത്തിലെ ഒരു ധർമ്മദൈവവും വന്നില്ല, പരദേവതയും വന്നില്ല, ആരും വന്നില്ല. എന്റെ പ്രതികൂലം കൂടിയതല്ലാതെ ഒരനുകൂലവും എന്റെ ജീവിതത്തിൽ വന്നില്ല. അങ്ങനെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കേണ്ടവർ പോലും എന്നെ ഒറ്റപ്പെടുത്തി. അങ്ങനെ ഞാൻ ഇനി ഒരു തീരുമാനം എടുത്തു, ഇനിയും ഗൾഫിന് തിരിച്ചു പോകുന്നില്ല. പോയിട്ട് എന്ത് ചെയ്യാൻ, ആർക്കു വേണ്ടി ഉണ്ടാക്കാൻ? ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു. കർമാതി കർമ്മങ്ങൾ ചെയ്ത് ഒരു സൈഡിൽ കൂടെ സമ്പാദ്യം ഇറങ്ങിക്കൊണ്ടേയിരുന്നു, മറു സൈഡിൽ കൂടെ പ്രതികൂലം കൂടിക്കൊണ്ടേയിരുന്നു. പക്ഷേങ്കിൽ ഒരു അനുകൂലവും ഉണ്ടായില്ല. അങ്ങനെ 2019 മെയ് മാസം 20-ാം തീയതി ഞാൻ വീട് വിട്ടിറങ്ങി. 20-ാം തീയതി വീട് വിട്ടിറങ്ങി, ഇനി പോകുന്നില്ല എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ വീട് വിട്ടിറങ്ങി. പല സ്ഥലങ്ങളിൽ ഞാൻ പോയി ജോലി ചെയ്തു. മൂന്നാറിൽ പോയി സെക്യൂരിറ്റി സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തു. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. സെക്യൂരിറ്റി ജീവനത്തിൽ ഒരു സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ മാസം 10,000 രൂപയ്ക്ക് ജോലി ചെയ്തു. എന്നിട്ട് അവർ തന്ന ഒരു റൂമിൽ ഒരു പുൽപ്പായൽ നിലത്ത് കിടക്കണം. ഞാൻ എന്റെ ജീവിതത്തിൽ കിടന്നിട്ടില്ലാത്ത പോലെ അന്ന് കിടക്കേണ്ടി വന്നു. ഒരു പുൽപ്പായൽ. അന്നേരവും കൂടെയുള്ളവർ പോയി മദ്യം മേടിച്ചിട്ട് വരും, ഞാനും ഇരുന്ന് മദ്യം അടിക്കും. എന്നിട്ട് കിടന്നു കുറച്ചു നേരം ഉറങ്ങും, വീണ്ടും ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെ ഇതായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പകലിരുന്ന് വെള്ളം അടിക്കും, ഡ്യൂട്ടി ആണെങ്കിൽ നൈറ്റിലിരുന്ന് വെള്ളം അടിക്കും. അങ്ങനെയാണ് എന്റെ ജീവിതം ഞാൻ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ
മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് മാത്രം ഞാൻ എൻ്റെ ശരീരത്തെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ മൂന്നാറിൽ ജോലി ചെയ്തു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ആ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തേക്കടിക്ക് ഒരു സെക്യൂരിറ്റി ഓഫീസിലേക്ക്, റിസോർട്ടിലേക്ക് മാറ്റി. അവിടെയും 3 മാസം ജോലി ചെയ്ത് കഴിഞ്ഞു. അവിടുന്ന് വീണ്ടും എന്നെ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിന്റെ മുമ്പിൽ ഒരു ഹോട്ടലുണ്ട്, MA യൂസഫ് അലിയുടെ സഹോദരന്റെ ഹോട്ടൽ. അവിടത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടു ഈ ഏജന്റ് തന്നെ. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവിടെ വെച്ചും മദ്യപിക്കുമായിരുന്നു. അന്നേരം ഈ ദൈവങ്ങളെ എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കും. പല സ്ഥലങ്ങളിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. എന്നെ ഒരു ദൈവങ്ങളും വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നവരാരും വന്നില്ല. പ്രതികൂലം കൂടിയതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരു മുസ്ലിം സഹോദരന്റെ അടുത്ത് വരെ പോയി. അപ്പോൾ അന്നൊക്കെ എന്റെ മനസ്സിലുണ്ട്, ഈ മുസ്ലിങ്ങളെന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചെയ്യും, തലതെറിച്ചു പോകും, അങ്ങനെയുള്ള ഒരു സമ്പ്രദായം അവിടെ ഉണ്ടല്ലോ, അവരതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കഠിന ശിക്ഷയാകും മറ്റുള്ളവർക്കെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു, ഇല്ല, നിനക്ക് സംഭവിച്ചിരിക്കുന്ന ദോഷം മാത്രമേ എടുത്തു കളയുകയുള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല, അങ്ങനത്തെ ഒരാളാണെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അവിടെയും പോയി 10,000 വെച്ച് പൂജ ചെയ്ത് അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു, ഇറക്കിക്കൊണ്ടേയിരുന്നു. ലാസ്റ്റിൽ അവരൊരു മുട്ടയിൽ എന്തൊക്കെയോ ചെയ്ത് പൂമാലയൊക്കെ ഇട്ട്, അതിൽ മുല്ലപ്പൂമാലയും ഇട്ട് ഒരു ചിരട്ടയിലാക്കി എല്ലാം തന്നിട്ട് എന്നോട് പറഞ്ഞു, ബെഡ്റൂമിൽ കൊണ്ടുപോയി വെച്ച് കത്തിക്കണം. കത്തിക്കുമ്പോൾ ഇത് പൊട്ടും, ബോംബ് പൊട്ടുന്ന മാതിരി പൊട്ടും. അന്നേരം നിന്റെ വീട്ടിലെ ദോഷങ്ങളെല്ലാം മാറും, നിനക്ക് അനുകൂലമാകും. ശരിയെന്ന് പറഞ്ഞു. ഞാൻ അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് തറയിൽ ഒരു ഇരുമ്പ് തകിടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട്, കാരണം ടൈൽസ് ഇട്ടേക്കുന്ന മുറിയല്ലേ, ഒരു ഇരുമ്പ് തകിടൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതിന് തീ കൊളുത്തി കഴിഞ്ഞപ്പോൾ ഈ ചിരട്ട കത്തി. പക്ഷെ ചില പടക്കങ്ങൾ കത്തിച്ചിട്ടാൽ ചീറ്റി പോകുന്നത് പോലെ ഇത് കത്തി ചീറ്റി പോയതേ ഉള്ളൂ. ഇത് പൊട്ടിയില്ല, ഒന്നും ഉണ്ടായില്ല. ഞാൻ ഇപ്പൊ പൊട്ടു എന്നും പറഞ്ഞിരുന്നു. പക്ഷെ കത്തി അമർന്നതല്ലാതെ അത് പൊട്ടിയില്ല. ലാസ്റ്റ് വീണ്ടും അങ്ങ് അയാള് പറഞ്ഞതുപോലെ ഞാൻ അതിനെ ചുരുട്ടി കൂട്ടി ഒരു ഒഴുക്കുന്ന വെള്ളത്തിൽ കൊണ്ടിട്ടു. അതങ്ങനെ ഒഴുകിപ്പോയി. വീണ്ടും എന്റെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ഞാൻ മരണത്തിലേക്ക് എന്റെ ജീവനെ വിടുവാനായിട്ട് ആഗ്രഹിച്ചു. പല പ്രാവശ്യം ഞാൻ മരിക്കണം എന്ന് മാത്രം ചിന്തിച്ച്, ഇനി മുന്നോട്ടൊരു ജീവിതം വേണ്ട, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു, ഇനി ഇതാർക്കു വേണ്ടി ജീവിക്കുന്ന ആരുമില്ല, എനിക്ക് സഹായത്തിന് ഒരു ദൈവങ്ങളും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. ഇത്രയും കർമ്മങ്ങൾ ചെയ്തിട്ടും പൈസകൾ ഇറക്കിയിട്ടും ഞാൻ ഒരു സൈഡിൽ കൂടെ സീറോ ആയിക്കൊണ്ടിരുന്നു, മറു സൈഡിൽ കൂടെ പ്രതികൂലം കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇനി മരണം മാത്രം മുന്നിൽ കൊണ്ട് നടക്കുക, എന്ന് മരിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത, ഇനി ജീവിക്കണ്ട എന്ന്. പക്ഷേ എങ്കിൽ അവിടെ നിന്നാണ് എന്റെ ജീവിതത്തിന്റെ വ്യത്യാസം നടക്കുവാൻ പോകുന്നത്. സ്തോത്രപ്പ. അങ്ങനെ ഞാൻ മരണം എന്നുള്ള ഒരു ചിന്ത മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു തീരുമാനമെടുത്തു, ഇന്ന് മരിച്ചു കളയാം. അങ്ങനെ ഞാൻ തീരുമാനമെടുത്ത് ഒരു 11:30-12 മണി വരെയും ഞാൻ രാത്രി ഉണർന്നിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ ഉറങ്ങിപ്പോയി. എനിക്ക് മരിക്കാൻ സാധിച്ചില്ല, ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ഞാൻ ഉണരുന്നത് പോലെ. അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നേ, ഇന്നലെ ഞാൻ മരിക്കണമെന്ന് ചിന്തിച്ചതാണല്ലോ, എന്തു പറ്റി, ഞാൻ എങ്ങനെ ഉറങ്ങിപ്പോയി? ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. പക്ഷേങ്കിൽ അടുത്ത ദിവസം അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നില്ല. അന്ന് രാത്രി മൊത്തം ഞാൻ മൊബൈലിൽ ഇരുന്ന് കളിച്ചുകൊണ്ടുവരുന്നു, ഉറങ്ങിയില്ല. വീണ്ടും ഇതുപോലെ ദിവസങ്ങൾ പോയി. ഞാൻ മദ്യത്തിന് നല്ല അടിമയായിരുന്നു, മദ്യം നല്ലതുപോലെ കഴിക്കുമായിരുന്നു. ഈ കേരളത്തിൽ തന്നെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എല്ലാം. കാരണം എനിക്ക് പറ്റില്ലായിരുന്നു, എന്റെ ശരീരത്തെ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് തകർന്നു പോയായിരുന്നു. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഞാൻ മരിക്കണം എന്ന് ചിന്തിച്ചു. പക്ഷെ എനിക്ക് മരിക്കാൻ മാത്രം പറ്റുന്നില്ലായിരുന്നു. ഞാൻ എന്ന് മരിക്കണം ചിന്തിക്കുന്നുവോ അന്ന് എന്നെ ഞാൻ തന്നെ അറിയാതെ ഉറങ്ങിപ്പോവുക. എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മൊത്തം യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെ സംഭവിച്ചു. കാരണം
ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇയ്യോബ് നിൽക്കുമ്പോൾ സാത്താനും കൂടെ ചെന്നു. അപ്പോൾ ഇയ്യോബിനോട് സാത്താനോട് ദൈവം ചോദിച്ചു, നീ എവിടെ പോയിട്ട് വരുവാന്ന് ചോദിച്ചു. അത് ലോകം ചുറ്റി സഞ്ചരിച്ചിട്ട് വരുവാണെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്റെ ഭൃത്യന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിനോട് പിശാചി ചോദിച്ചില്ലേ, നീ അവന്റെ സമ്പത്തിനെല്ലാം വേലി കെട്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവനെ എന്നെ എടുത്തു കളയാൻ പല പ്രാവശ്യം നോക്കിയപ്പോഴും ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ കൊണ്ടുവന്നപ്പോഴും എന്റെ ഭക്തനെ മാത്രം തുടരുത്, അവന്റെ സമ്പത്തെല്ലാം എടുത്തോ എന്ന് പറഞ്ഞതുപോലെ എന്റെ സമ്പത്ത് മൊത്തം പോയി. പക്ഷെ എന്നെ തൊടാൻ മാത്രം ദൈവം അനുവദിച്ചില്ല. അങ്ങനെ ഞാൻ ദിവസങ്ങൾ മരിക്കണം മരിക്കണം എന്നുള്ള ചിന്തയിലൂടെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് മരിക്കുവാൻ മാത്രം സാധിച്ചില്ല. ഞാൻ ഉറങ്ങിപ്പോവുമായിരുന്നു. നേരം വിളിക്കുമ്പോൾ ഞാൻ വീണ്ടും ചിന്തിക്കും, ഞാൻ ഇന്നലെ മരിക്കണം ചിന്തിച്ചാണല്ലോ, ഇതെന്തു പറ്റി? സംഭവിച്ചില്ല. വീണ്ടും അടുത്ത ദിവസം ഇങ്ങനെ ഇരിക്കും, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കും, ഉറങ്ങത്തില്ല. അന്നേരം എനിക്ക് ഉറക്കം വരുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇതുപോലെ ഫേസ്ബുക്കിനകത്തില് ദൈവത്തിന്റെ ഒരു ക്രിസ്തു യേശുവിന്റെ ഒരു വചനം ഒരു ഇത് കണ്ടു. അതിന് ഞാൻ ഒരു ആമേൻ അയച്ചു. പക്ഷെ എനിക്ക് ബൈബിള് വായിച്ചിട്ടില്ല, ഞാൻ കർത്താവിനെ കുറിച്ച് അറിയത്തില്ല, ഒന്നുമില്ല, എന്നോട് ആരും പറഞ്ഞു തന്നിട്ടുമില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഏതെങ്കിലും പള്ളിയുടെ മുന്നിൽ ഒരു ക്രൂശൽ, ഒരു രൂപം, താഴെ ഒരു മാതാവിന്റെ രൂപം, ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കറിയത്തില്ല, ആരും എന്നോട് കർത്താവിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനൊരു ആമേൻ അയച്ചു. ഇതിനൊരു ആമേൻ അയച്ചപ്പോൾ ആ സഹോദരൻ എനിക്ക് എന്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് മെസ്സേജ് ഇട്ടു, പ്രൈസ്തലോട് പറഞ്ഞു. ഞാനപ്പോ അതിന് മറുപടി കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, ഗീവ് മീ യുവർ വാട്സപ്പ് നമ്പർ. ഞാനപ്പോ ആ പഴയ ദൗത്യം വെച്ചിട്ട് ചോദിച്ചു, വൈ യു നീഡ് മൈ വാട്സപ്പ് നമ്പർ? അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, സോറി ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഡീറ്റെയിൽ എടുക്കാൻ തുടങ്ങി. ഡീറ്റെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇദ്ദേഹത്തിന്റെ ഇതിന് മൊത്തം യേശുവിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ല. എന്തായാലും തിരിച്ചു വന്ന് റിട്ടേൺ വന്ന മെസ്സഞ്ചറിലൂടെ അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തു. അപ്പൊ അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു, സഹോദര, ദൈവം പറയുന്നു നിങ്ങളുടെ മുന്നിൽ രണ്ടു വഴിയുണ്ട്, ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും. നിങ്ങൾ പോകേണ്ടത് വലത്തോട്ടുള്ള വഴിയാണ്. അപ്പൊ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആ വലത്തോട്ടുള്ള വഴിയെ പോയാൽ മതി, ഇടത്തോട്ടുള്ള വഴിയെ പോകരുത് എന്നാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അത് മറ്റാരും ആയിരുന്നില്ല, അരോമ ടി വിയിൽ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ദേവപ്രസാദ് നായർ എന്ന് പറയുന്ന മാസ്റ്ററാണ്. അങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് പരിചയമാകുന്നത്. അത് കഴിഞ്ഞ് ഒരു രണ്ടു ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് 1923 ജൂലൈ മാസം 29-ാം തീയതി രാത്രി, ആ ശനിയാഴ്ച ദിവസം, അവസാനത്തെ ശനിയാഴ്ച ദിവസം, ഞാൻ ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഇനി ഒന്നും സംഭവിക്കാനില്ല, ഏത് വഴിയിലോട്ട് പോയാൽ എന്താ, ഒന്നും സംഭവിക്കാനില്ലല്ലോ, ഇനിയും ജീവിതം അവസാനിപ്പിച്ചേക്കാം, ഇത് തന്നെ പറ്റിയ മാർഗം എന്ന് പറഞ്ഞ് ഞാൻ ആ രാത്രി ഇങ്ങനെ ഉറങ്ങാതെ ഒരു 11:30 വരെ ഇരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ആ ഉറക്കത്തിൽ കാണുന്നത് ആരോ എന്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടാണ്. അപ്പോൾ ഞാൻ കാണുന്ന കരം, ഉറക്കത്തിൽ കാണുന്നത് ഈ കൈമുട്ട് മുതൽ ഈ പത്തി വരെയുള്ള ഒരു കൈ മാത്രം ഞാൻ കാണുന്നു. എന്റെ വലം കൈ പിടിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് നടക്കുന്നു. ഇതങ്ങ് മാഞ്ഞുപോയി. അത് കഴിഞ്ഞപ്പോൾ പരസ്യം കാണിക്കുന്നത് പോലെ ഒരു സംഭവം എഴുതി കാണിച്ചു, മാഞ്ഞുപോയി. രണ്ടാമത് വീണ്ടും ഒന്നുകൂടി എഴുതി കാണിച്ചു, അതും മാഞ്ഞുപോയി. പക്ഷേങ്കിൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് ആ എഴുതി കാണിച്ചത് രണ്ടും ഒന്നിന് താഴെ ഒന്നായിട്ട് എന്റെ മുന്നിൽ എഴുതി കാണിക്കുകയാണ്.
എന്റെ മുന്നിൽ എഴുതി കാണിക്കുമ്പോൾ ആദ്യം കാണിച്ചത് ജസ്റ്റ് ഒരു ചെറിയ റൈറ്റിംഗില്, പക്ഷെങ്കിൽ രണ്ടാമത് കാണിച്ചത് ഒന്നുകൂടി ബോൾഡായിട്ട് കാണിക്കുന്നു. ഞാൻ അപ്പൊ അത് മൊത്തം ഇങ്ങനെ വായിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വായിച്ചു വായിച്ചു വന്ന് താഴെ ഒരു പേരും 2 നമ്പരും കണ്ടു. രണ്ടാമത്തേത് വായിച്ചു, താഴെ ഒരു പേരും 2 നമ്പരും കണ്ടു. ശ്രദ്ധിക്കുക, ആദ്യം ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. രണ്ടാമത് അങ്ങനല്ല. എനിക്ക് മനസ്സിലാകുന്ന അത്രയും നേരം എന്റെ മുന്നിൽ ആ എഴുതി കാണിച്ചത് നിർത്തി. അതങ്ങനെ മനസ്സിലായി. ആ പേരും നമ്പരും എന്റെ മനസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് മാഞ്ഞുപോയി. ഞാൻ ഉണരുകയും കൂടിയാണ്. ഞാൻ ഉണർന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്നുണർന്നാലും എപ്പോ ഉണർന്നാലും തലയുടെ സൈഡിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് സമയം നോക്കും. അന്നും സമയം നോക്കിയപ്പോൾ 2:30 മണി സമയമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ ആരോ കയ്യെ പിടിച്ച് നടക്കുന്നതായിട്ട് കണ്ടല്ലോ, ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ കിടക്കുന്നത്. അങ്ങനെ ഞാൻ അപ്പൊ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് വിചാരിച്ച് രണ്ടാമത് വീണ്ടും കിടക്കുവാൻ തുടങ്ങുമ്പോൾ ഈ എഴുതി വന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് കയറി വരിക. ഞാൻ പെട്ടെന്ന് ആ പേര് അടിച്ചു, ഗൂഗിളിനകത്തിൽ സെർച്ച് ചെയ്തു. അത് വേറൊന്നും ആയിരുന്നില്ല, മറ്റൊരു ഇതും ആയിരുന്നില്ല. അത് യെശയ്യാവ് 41:10 ആദ്യം കാണിച്ചത്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതായിരുന്നു ആദ്യത്തെ. അപ്പൊ ഞാൻ ഒരു മനസ്സിൽ ചിന്തിച്ചു, ഇതെന്ത് സംഭവം, എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് മറ്റേത് രണ്ടാമത് വന്നത് അത് യെശയ്യാവ് 41 തന്നെ 13 ആയിരുന്നു. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കരം പിടിച്ചു, നിന്നോട് ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ നിന്റെ ദൈവമായ യഹോവ എന്നൊക്കെ പറയും, ഇതെന്താ സംഭവം, എനിക്കൊന്നും അറിയത്തില്ലല്ലോ, ഞാൻ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ കേട്ടിരിക്കുന്നത് ഇന്ന അമ്പലത്തിൽ ഇന്ന ദേവനുണ്ടെന്നും ഇന്ന അമ്പലത്തിൽ ഇന്ന ദേവി ഉണ്ടെന്നും ഇന്നാരിന്നാരുണ്ടെന്നും ആണല്ലോ കേട്ടിരിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കുന്നത്, ആരാ ഏതാ എങ്ങനെ, എനിക്കൊന്നും അറിയത്തില്ല. എന്തെങ്കിലും ആകട്ടെ, സ്വപ്നം കണ്ടതല്ലയോ എന്ന് വിചാരിച്ച് വീണ്ടും കിടന്നുറങ്ങി. പക്ഷെ ഒരു കാര്യം ദൈവമക്കളെ, ഞാൻ ഈ 2:30 ഉണർന്നെങ്കിലും ഇതെല്ലാം വായിച്ചതിന് ശേഷവും എന്റെ മനസ്സിൽ അന്നേരം ആ രാത്രി ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്ത വന്നില്ല, മരിക്കണമെന്നുള്ളത്. അവിടെ നിന്നും ഞാൻ കിടന്നുറങ്ങി. നേരം വെളുത്ത് ഒരു മാറ്റം എന്നിൽ ഉണ്ടായത് എന്തെന്നാൽ, ഞാൻ എന്ന് രാവിലെ എഴുന്നേറ്റാലും കട്ടിലിൽ നിന്ന് കാല് താഴെ വെക്കുന്നതിന് മുമ്പ് ആ കുടുംബത്തിലുള്ള അവരെ എല്ലാം വിളിച്ച്, ആ സർപ്പക്കാവിലെ അവരെ എല്ലാം വിളിച്ച് പ്രാർത്ഥിച്ച് കുമ്പിട്ട് തൊഴുതിട്ടാണ് ഇറങ്ങി വരുന്നത്. പക്ഷേ എന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ, അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്നും ചെയ്യാൻ എന്റെ മനസ്സിൽ തോന്നിയില്ല. ഞാൻ നേരെ എഴുന്നേറ്റു, കുളിച്ചു, ഫ്രഷായി റോഡിൽ പോകുമ്പോൾ നേര്യമംഗലത്തുള്ള ഒരു പാസ്റ്റർ ഉണ്ട്, ഷിൻസ് പാസ്റ്റർ, നേര്യമംഗലം അസംബ്ലീസ് ഓഫ് ഗോഡിലെ ചർച്ച് പാസ്റ്റർ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഇന്ന പോലൊരു സംഭവം ഇന്നലെ രാത്രിയിൽ ഉണ്ടായി എന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താണ് അങ്കിളെ ഉണ്ടായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് കാണിച്ചു, അത് കഴിഞ്ഞ് എഴുതി കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എഴുതി കാണിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഈ ബൈബിളിനെ പറ്റി അറിയാത്ത, ബൈബിൾ വായിച്ചിട്ടില്ലാത്ത, അതായത് വീട്ടിലുള്ള മഹാഭാരതമോ രാമായണമോ മറ്റുള്ള ഒരു ഗീതകളും വായിച്ച് കാണാപ്പാടം അറിയാത്ത ഞാൻ ഈ ബൈബിളിലെ ഈ എഴുതി കാണിച്ചത് രാത്രി കണ്ടത് ഞാൻ ഈ പാസ്റ്ററോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. രണ്ടാമത് കാണിച്ചത്, നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചു, നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു എന്ന് ഇങ്ങനെ പാസ്റ്ററോട് പറഞ്ഞപ്പോൾ പാസ്റ്റർ ചോദിക്കുന്നു, അങ്കിള് ബൈബിള് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബൈബിള് പോയിട്ട് വീട്ടിലിരിക്കാതെ പുരാണങ്ങൾ പോലും ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ബൈബിൾ കണ്ടിട്ട് പോലും ഇല്ല, തൊട്ടിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെ പറ്റും പാസ്റ്ററെ? എന്താ പറഞ്ഞ, അല്ല ബൈബിൾ വായിച്ച് ശീലമുള്ള ഒരാൾ പറയുന്ന പോലെ അങ്കിള് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല, ഇന്നലെ രാത്രിയിൽ ഞാൻ കണ്ട സംഭവമാണ്, അത് എന്റെ മൈൻഡിൽ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞു മുന്നിൽ. അപ്പോൾ അദ്ദേഹം
പ്രാർത്ഥിച്ചിട്ട് അന്യഭാഷകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇതെന്തോ ഈ അമ്പലങ്ങളിലൊക്കെ സംസ്കൃതത്തിൽ മന്ത്രം ചൊല്ലുന്നതായി എന്തോ പരിപാടിയാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവമാണ് അങ്കിളിന്റെ കരം പിടിച്ചിരിക്കുന്നത്, അങ്കിൾ ഭയപ്പെടേണ്ടാന്ന്. ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം, അങ്ങനെ ദൈവത്തെ ഞാൻ അറിയത്തില്ലല്ലോ പാസ്റ്ററെ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടിരിക്കുന്ന ചെങ്ങന്നൂർ അമ്പലത്തിൽ ഇന്ന ദേവനുണ്ട്, ചെറിയനാട്ട് അമ്പലത്തിൽ ഇന്ന ദേവനുണ്ട്, ഇന്ന ദേവിയുണ്ട്, ഇങ്ങനെയൊക്കെയാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഈ സ്വർഗത്തിലെ ദൈവം ഏതാണെന്ന് ഞാൻ അറിയത്തില്ല. എന്നെ പറഞ്ഞ, അല്ല അങ്കിളെ, അങ്കിളിന് ഉറപ്പും വിശ്വാസവും തരാനായിട്ടാണ് ആ 13-ാമത്തെ വചനം തന്നിരിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയെന്ന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചു എന്നുള്ള ആ വചനം തന്നത് ആദ്യം അങ്കിളിനെ കരം പിടിച്ച് നടക്കുന്നതായിട്ട് കാണിച്ചതിന് ഉറപ്പാണെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ ഇന്ന് അതിനുശേഷം എന്റെ ജീവിതത്തിൽ മരണം എന്നുള്ള ഒരു ചിന്ത വന്നിട്ടില്ല. എനിക്ക് മറ്റുള്ള ദേവന്മാരുടെ അവരുടെ പാരമ്പര്യത്തിന്റെ അന്ധകാര കെട്ടിലുള്ള അവരുടെ ആരുടെയും പേര് എന്റെ നാവിൻ തുമ്പത്ത് വന്നിട്ടില്ല. ഞാൻ അന്നു മുതൽ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാത്തിനും ഞാൻ സന്തോഷിച്ചു പോകുന്നു. കാരണം ദൈവം തന്നു, ദൈവം എടുത്തു. എനിക്കൊരു വിശ്വാസമുണ്ട്, നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി എന്റെ ദൈവം എനിക്ക് തരും. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി എന്റെ ദൈവം എനിക്ക് തരുമെന്നുള്ള പൂർണ്ണ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ആ ഒരു സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഇന്നും ജീവിക്കുന്നത്. ഇനിയും ജീവിക്കുവാണേലും ഇപ്പൊ 2 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ ദൈവത്തിന്റെ മുന്നിൽ പൈതലാണ്. മുട്ടേ നടക്കുന്ന പ്രായം അല്ല, എഴുന്നേൽക്കാൻ തുടങ്ങുന്ന പ്രായമേ ഉള്ളൂ. പക്ഷേങ്കിൽ അപ്പന്റെ മുന്നിൽ പ്രായം ഒരു ഇതല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതും അപ്പം തന്നെയാണ്. കാരണം ഞാൻ അതിനുശേഷം സ്നാനം സ്വീകരിക്കാനായിട്ട് ഞാൻ മുണ്ടക്കയത്ത് താമി എന്ന് പറയുന്ന ചർച്ചിൽ പോയി 7 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ ഇരുന്നു. അതും പ്രിയ ദൈവദാസൻ ദേവപ്രസാദ് പാസ്റ്റർക്ക് അറിയാം. അദ്ദേഹമാണ് എനിക്ക് ആ ചർച്ചിന്റെ ഇത് കോണ്ടാക്ട് ചെയ്ത് തന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ ജേക്കബ് പാസ്റ്റർ മുണ്ടക്കയം, അദ്ദേഹവും ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സൂ മീറ്റിങ്ങിലൊക്കെ ഞാൻ ജോയിൻ ചെയ്യുമായിരുന്നു. അപ്പോഴെല്ലാം ദേവദാസന്മാര് എന്റെ പേര് പറഞ്ഞ് ദൂത് പറയുമ്പോൾ ഞാൻ ആലോചിക്കും, എന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ഈ മനുഷ്യൻ എങ്ങനെ അറിയാം, ഇതാര് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്, ദൈവത്തിന്റെ ആത്മാവ് തന്നെ അദ്ദേഹത്തിനോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്നതാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവ് തന്നെ അദ്ദേഹത്തിന്റെ വായോടുകൂടി സംസാരിക്കുന്നതാണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അച്ചിട്ടാണ് ദൈവദാസന്മാർ പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ഞാൻ സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. അപ്പൊ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അങ്കിള് ഇങ്ങനെ ഇരുന്നിട്ടുള്ളതല്ലോ, അതുകൊണ്ട് രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് 7 ദിവസവും ഉള്ളിരിക്കണം. അപ്പൊ പാസ്റ്റർ നിർബന്ധിച്ച്, വേണ്ട അങ്കിളെ, ആദ്യമായിട്ടിരിക്കുവല്ലേ, ദൈവത്തെ അറിഞ്ഞിട്ട് ഇത്രയും ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ പാസ്റ്ററിന്റെ വാക്കിനെ ഞാൻ സ്വീകരിച്ച് ഞാൻ രാത്രിയിൽ അവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവിടുന്ന് നല്ല ഒരു സ്നേഹവും നല്ല സഹകരണവുമാണ് എനിക്ക് അവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. എന്തു പറഞ്ഞാലും അച്ഛ എന്നുള്ള ആ ഒരു അച്ഛന് കൊടുക്കുന്ന ആ ഒരു സ്നേഹ ബഹുമാനങ്ങൾ അവരെനിക്ക് തന്നു. പാസ്റ്ററിന്റെ പ്രിയപ്പെട്ടവളും എല്ലാം. അങ്ങനെ ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ഒറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു, എല്ലാവരും ഈ അഭിഷേകം വേണം, അഭിഷേകം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ മനസ്സിലെ ആഗ്രഹം മൊത്തവും പൂർണ്ണ അഭിഷേകത്തോടുകൂടി സ്നാനക്കുളത്തിൽ ഇറങ്ങണമെന്നായിരുന്നു. അപ്പോൾ ഈ 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിലും അവിടെ ഗസ്റ്റ് പാസ്റ്റർമാർ വരികയും മെസ്സേജുകൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വചനം പറഞ്ഞ് സംസാരിക്കുമ്പോഴെല്ലാം ഈ ദൈവദാസന്മാരെല്ലാം എന്നോട് ദൂത് പറയുന്നു മൊത്തം. അപ്പോഴും ഞാൻ ആലോചിക്കും, ഈ മനുഷ്യനെ എങ്ങനെ അറിയാം എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. അതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യം ഞാൻ അനുഭവിക്കുവാനും പല പ്രാവശ്യങ്ങൾ ആ ദേവദാസന്മാർ എന്റെ ശരീരത്തിൽ ഒടുമ്പോൾ ഞാൻ തെറിച്ചു പോകുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം അസാധാരണമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പക്ഷേങ്കിൽ സ്നാനക്കുളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് പൂർണ്ണ അഭിഷേകം കിട്ടിയില്ല. അത് ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കാം. പക്ഷേങ്കിൽ ആ സ്നാനം സ്വീകരിച്ചു, അവിടെ നിന്ന് മടങ്ങി വീണ്ടും പോന്നു. അങ്ങനെ ഞാന് 2024 ഞാൻ വാഗമണ്ണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
10 മണിക്ക് ബ്രേക്കിന് ഇറങ്ങിയിട്ട് ഞാൻ റൂമിൽ പോയപ്പോൾ എന്നോട് പല ദേവദാസന്മാരും പറഞ്ഞു, രക്തം ജയം പറഞ്ഞു പ്രാർത്ഥിക്കണം, അപ്പോൾ അഭിഷേകം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ 10 മണിക്ക് ബ്രേക്കിന് ഇറങ്ങി റൂമിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രക്തം ജയം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഉറക്കത്തിൽ എന്റെ ബെഡ്റൂമിൽ വന്ന് എന്റെ കരം പിടിച്ച അപ്പൻ തന്നെ എന്റെ നാവിൽ അന്യഭാഷ അടയാളവും തന്നു. ഒരു ദേവദാസന്മാർ പോലും തലയിൽ കൈവച്ചോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിച്ചോ ഒരു ഒരു ശുശ്രൂഷകൾ ലഭിക്കാറുണ്ട് പലർക്കും. പലർക്കും ദേവദാസന്മാർ കൈവെക്കുമ്പോൾ അന്യഭാഷ കിട്ടാറുണ്ട്. പക്ഷേങ്കിൽ എന്റെ തലമേൽ ആരും കൈവെക്കാതെ തന്നെ ദൈവം തന്നെ എന്റെ നാവിൽ അന്യഭാഷ അടയാളവും, അങ്ങനെ എനിക്ക് കിട്ടിയ അന്യഭാഷ അടയാളത്തിലൂടെ തന്നെ ഞാൻ പലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നെ ഇന്ന് പ്രാർത്ഥിക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ചർച്ചിൽ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ഇത്രേ പറയത്തുള്ളൂ. എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അതേ സൂം പ്ലാറ്റ്ഫോമിൽ ഒരു ദിവസം കയറുമ്പോൾ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി നീ തന്നെ പ്രയത്നിക്കണം. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നിന്റെ ദേവദാസനല്ല, നിന്റെ ചർച്ചിലെ പാസ്റ്റർ അല്ല, അല്ലെ ദേവദാസിയല്ല, ഒരു പ്രവാചകനല്ല, നീ തന്നെ നിനക്ക് വേണ്ടി പ്രയത്നിക്കണമെന്നു. ഞാൻ ആ ദൂതിനെ സ്വീകരിച്ച് അന്ന് തൊട്ട് ഞാൻ ദൈവത്തോട് പറയാൻ തുടങ്ങി, അപ്പ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് ഞാൻ പറയാൻ തുടങ്ങി. ദൈവകൃപയാൽ ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ ഇന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില അത്ഭുത ശുശ്രൂഷകളെ പറ്റിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. എന്റെ ഈ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ച സന്തോഷവും, അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നിലൂടെ ഒരു 3-4 ശുശ്രൂഷകൾ ദൈവം ചെയ്തു. ആദ്യമായിട്ട് എന്നിലൂടെ നടന്നത് പാലക്കാട്ടുള്ള ഒരു സഹോദരൻ, മോഹൻരാജ് എന്നാണ് പേര്. ആ സഹോദരന് ഷുഗർ ബാധിച്ച് കാല് മൊത്തം വേദനയായി, ഷുഗർ കൂടുതലായി ചികിത്സയിലായിരിക്കുന്നു. അപ്പോൾ തൊടുപുഴയുള്ള ഒരു സഹോദരി എന്നോട് വിളിച്ചു പറഞ്ഞു, ബ്രദറെ, ഇന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഇത്ര വലിയ പ്രാർത്ഥനക്കാരനാണോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പൊ എല്ലാവരും എന്നോട് പറയും പ്രാർത്ഥിക്കണേ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. അത്രേ പറയത്തുള്ളൂ, അത്ഭുതം നടക്കും. അത്ഭുതം നടക്കും. അപ്പൊ എല്ലാവരും പറയും, അന്ന് എന്നോട് അത്ഭുതം പോലെ നടക്കുമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ, അത് നടന്നു, അതുകൊണ്ട് ബ്രദർ പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പൊ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആ സഹോദരന് നമ്പറുണ്ടേ തായെന്ന്. നമ്പർ തന്നു. ഞാൻ ആ സഹോദരനെ വിളിച്ചു. അപ്പൊ പേര് മോഹൻരാജ് എന്നാണ്. അപ്പൊ ഒരു ഹിന്ദു ആണല്ലോ എന്നുള്ള ചിന്തയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കർത്താവിനെ, യേശുക്രിസ്തുവിനെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് ബ്രദറെ. ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, അത്ഭുതം നടക്കുന്നു. അവിടെ നിന്നും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ദൈവ സാന്നിധ്യം അനുഭവിച്ചു. എനിക്ക് മനസ്സിലായി അവിടെ ഒരു അത്ഭുതം നടന്നുവെന്ന്. ഞാൻ നന്ദി പറഞ്ഞു. പ്രാർത്ഥന നിർത്തിയിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കാലിന്റെ വേദന കുറയുകയാണ്, നാളെ ചെക്കപ്പിന് പോകണം, ഡോക്ടർ മരുന്നെടുത്ത് കളയുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു നിർത്തിക്കഴിഞ്ഞപ്പോൾ, ഞാൻ സംസാരം നിർത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ബ്രദറെ, കാലിന്റെ വേദന കുറയുന്നു എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ടെസ്റ്റിന് പോയി തിരിച്ചു വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, എന്നോട് പറഞ്ഞു, ബ്രദർ പറഞ്ഞതുപോലെ സംഭവിച്ചു, ഞാൻ ഇന്ന് ചെക്കപ്പ് കഴിഞ്ഞു വന്നു, ഡോക്ടർ 2 മരുന്ന് എടുത്തു കളഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയും അത്ഭുതം നടക്കാൻ പോകുന്നേ ഉള്ളൂ, മുഴുവൻ മരുന്നും എടുത്തു കളയുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഒരു കൺവെൻഷൻ സെന്ററിൽ നിൽക്കുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് നിൽക്കുമ്പോൾ ഈ സഹോദരന്റെ മെസ്സേജ് എനിക്ക് വന്നു, ബ്രദറെ, ഇന്ന് എന്റെ ലാസ്റ്റ് ചെക്കപ്പ് ആയിരുന്നു, ഞാൻ എല്ലാത്തിലും നോർമലായി, ഇപ്പൊ ഒരു കുഴപ്പവുമില്ല, താങ്ക്സ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോടല്ല താങ്ക്സ് പറയേണ്ടത്, താങ്ക്സ് കേൾക്കാൻ ഒരാള് മുകളിലുണ്ട്, അദ്ദേഹത്തോടാണ് താങ്ക്സ് പറയേണ്ടത്, എന്നോടല്ല. ഞാൻ വെറും ഒരു നിമിത്തം, എന്നെ ദൈവം ഉപകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് എന്നും എന്റെ കഴിവല്ല, അവിടുത്തെ കൃപയാണ്, അതുകൊണ്ട് താങ്ക്സ് എല്ലാം അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുജറാത്തിൽ തന്നെ ഉള്ള ഒരു പാസ്റ്റർ, 35 വർഷമായിട്ട് ദൈവവേലയിലുള്ള ഒരു പാസ്റ്ററാണ്, പാസ്റ്റർ KJ ജിജി കുര്യൻ. അദ്ദേഹം
ഞാനുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലാണ്. അദ്ദേഹം എന്നോടൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. ബ്രദറെ, ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ വിശ്വാസത്തിലുള്ള ഒരു സഹോദരനാണ്, ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയതാ? ഉടനെ പറഞ്ഞു, ആ സഹോദരനെ എല്ലാവരും ചേർന്ന് ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു. ജോലി കിട്ടും എന്ന് കൊണ്ടുപോയ ആള് പറഞ്ഞു, ഏജന്റ് ത്രൂ പോയതാണ്. അവിടെ ചെന്ന് ഷാർജയിലാണ്, ഇതുവരെ ജോലി ശരിയായിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു, ജോലിക്ക് വേണ്ടി എംപ്ലോയ്മെന്റ് വിസയിൽ പോയ ഒരു പയ്യന് അവിടെ ജോലി ഇല്ലാന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതൊരു കമ്പനിയുടെ വിസയിലാണോ പോയ കമ്പനി ജോലി ചെയ്യാം. അപ്പോൾ പറഞ്ഞു, അല്ല, അത് വിസിറ്റിംഗ് വിസയിലാ പോയത്. ഞാൻ പറഞ്ഞു, എന്റെ പാസ്റ്ററെ, ജോലിക്ക് വേണ്ടി വിസിറ്റിംഗ് വിസയിൽ എന്തിനു വിട്ടു? വിസിറ്റിംഗ് വിസയിൽ ചെന്നാൽ ഗൾഫിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ജോലി അന്വേഷിക്കാം. പക്ഷേങ്കിൽ ജോലി ചെയ്യുന്നത് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോയി കിടക്കും. അവിടുത്തെ നിയമം അങ്ങനെയാ, വിസിറ്റിംഗിൽ ജോലി ചെയ്യാൻ പറ്റില്ല. അന്നേരം എന്നോട് പറഞ്ഞു, അത് ജോലി പെട്ടെന്ന് കിട്ടണം, ആ വിസിറ്റിംഗ് വിസ എംപ്ലോയി വിസയായി മാറണം, ബ്രദർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ അത്ഭുതം നടക്കുന്നു. ഇത്രേ പറഞ്ഞു. ദൈവം അത്ഭുതം ചെയ്യും പാസ്റ്ററെ, സന്തോഷത്തോടുകൂടി ഇരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സഹോദരന്റെ പേര് മേടിച്ചു. ഞാൻ പേഴ്സണൽ, എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ രാവിലെയും വൈകിട്ടും ആ സഹോദരന്റെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഇടയായി. അങ്ങനെ ദിവസങ്ങൾ കടന്നു. എങ്ങാണ്ടൊരു 15 ദിവസം കഴിഞ്ഞു. ഈ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട്, അപ്പൊ ഡെയിലി എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഈ സഹോദരനെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ആ പയ്യന്റെ കാര്യത്തിൽ ഭയങ്കര കഷ്ടമായിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങാണ്ട് 25 ദിവസമോ 26 ദിവസവും കൊണ്ടായി ഇവിടുന്ന് ഗൾഫിൽ പോയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്ഭുതം നടക്കും. അന്നേരം പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, അത്ഭുതം നടക്കും. അപ്പൊ എന്നോട് പറഞ്ഞ ഒരു വാക്കാണ്, അത്ഭുതം നടക്കും നടക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും നടന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ അന്നേരവും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പാസ്റ്ററെ, അത്ഭുതം നടക്കും. കാരണം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം ആ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ ഒരിക്കലും കൈവിടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ പാസ്റ്ററോട് ഞാൻ ഇത്രേ പറയത്തുള്ളായിരുന്നു, അത്ഭുതം നടക്കും. അങ്ങനെ ലാസ്റ്റ് 3 ദിവസം ബാക്കി, 28ാമത്തെ ദിവസം എനിക്ക് മെസ്സേജ് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഒന്നും സംഭവിച്ചിട്ടില്ല. ആ പയ്യന്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. ആ പയ്യന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ശാരീരികമായിട്ടും മാനസികമായും ഭാരപ്പെട്ടിരിക്കുവാണ്. കടം മേടിച്ചാണ് ആ പയ്യനെ അയച്ചിരിക്കുന്നത്. അവര് രണ്ടുപേരും രോഗികളാണ്. അന്നേരം സത്യത്തിൽ മാനുഷിക ചിന്തയിൽ എന്റെ മനസ്സിലോട്ട് വന്നത്, പാസ്റ്റർ എന്നോട് ചോദിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കാനായിരുന്നു മനസ്സിൽ വന്നത്, എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ. പക്ഷെ അന്നേരവും ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ പറഞ്ഞു, അത്ഭുതം സംഭവിക്കും. ശരി എന്ന് പറഞ്ഞ ആ പാസ്റ്റർ നിർത്തി. ഓക്കെ, അത്ഭുതം നടക്കട്ടെ. 29 ദിവസം, ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ. 29ാമത്തെ ദിവസം എനിക്ക് രാവിലെ മെസ്സേജ് വന്നു, നാളെ ആ പയ്യന് അവിടുന്ന് തിരിച്ചു പോകണം, അവന് പൈസ ഇല്ല, ടിക്കറ്റിന് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ആരാ പാസ്റ്ററെ ആ പയ്യനെ വിട്ടത്? കാരണം ഒരു വിസിറ്റിംഗ് വിസയിൽ ദുബൈയിലേക്ക് പോയി കഴിഞ്ഞാൽ UAE ഏതൊരു മണ്ണിൽ പോയി ഇറങ്ങണമെങ്കിലും വിസിറ്റിംഗ് വിസയിൽ പോകുന്ന ആളിന് റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന്. റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ പോകണമെങ്കിൽ അത് എംപ്ലോയ്മെന്റ് വിസ ആയിരിക്കണമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ആ ഏജന്റ് അങ്ങനെയാ വിട്ടെ. ഞാൻ പറഞ്ഞു, അവന്റെ ടിക്കറ്റ് കാണുമല്ലോ തിരിച്ചു വരാൻ. ശരിയെന്ന് പറഞ്ഞു. അത്ഭുതം നടക്കും പാസ്റ്ററെ, വിശ്വസിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ഉച്ചയ്ക്ക് 3:30 മണി സമയത്ത് ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു, മെസ്സേജ് വന്നു. ഫോൺ കോൾ അല്ല, മെസ്സേജ് വന്നു. വെറുതെ ഇന്ന് ഉച്ചയായിട്ട് 12 മണി ആയപ്പോൾ ഒരു ദൈവദാസൻ ആ സഹോദരനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാൻ ഇടയായി, പരിചയപ്പെടുവാനിടയായി. സ്തോത്രം. പരിചയപ്പെടുവാനിടയായി. ഈ സഹോദരനോട് പറഞ്ഞെന്ന്, മോനെ, നിനക്ക് 2 മാസത്തേക്കുള്ള വിസിറ്റിംഗ് വിസ ഞാൻ എടുത്തു തരാം, നീ പൈസ ഒന്നും തരണ്ട പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. ആ പാസ്റ്റർ, ഞാൻ അപ്പോൾ മെസ്സേജ് അതിന് ഇട്ടു, പാസ്റ്ററെ, അത്ഭുതമല്ലേ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഇതുവരെ ഈ പാസ്റ്റർ എവിടെ പോയിരുന്നു പാസ്റ്ററെ? ഈ പാസ്റ്റർ ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പോൾ ഈ അവസാനത്തെ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ഈ പാസ്റ്റർ ആ സഹോദരന്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞപ്പോൾ ഒരു ദൈവദൂതൻ വരുന്നത് പോലെ ദൈവം പറഞ്ഞു വിട്ടതല്ലേ. അപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു. എന്നോട് പറഞ്ഞു, ഇനിയും നാളെ
നാട്ടിൽ കയറി വന്നിട്ട് ഇനി തിരിച്ച് ഞാൻ പറഞ്ഞു നാട്ടിൽ കയറി വരേണ്ട ആവശ്യമില്ല. ഒരു മണി ആ ദുബായിയുടെ ബോർഡർ വിട്ട് റാസൽ കൈമയുടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒമാന്റെ ബോർഡറോ അല്ലെങ്കിൽ കിഷിന്റെ ബോർഡറിലോട്ടോ ഇറാഖിന്റെ ബോർഡറിലോട്ടോ കയറി കഴിഞ്ഞ് തിരിച്ചു വരാം, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ തന്നെ ചെയ്യാം, അതിനുള്ള സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അവസാനത്തെ ദിവസം എനിക്ക് മെസ്സേജ് വന്നു, ബ്രദർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ കുറെ യൂത്ത് സംഘടനകൾ ആ സഹോദരന്റെ കംപ്ലീറ്റ് ഈ 2 മാസത്തെ വിസ മാത്രമല്ല, ഈ 2 മാസത്തെ ഈ സഹോദരന് ജോലി കിട്ടുന്നിടം വരെയുള്ള സർവ്വ ചെലവുകളും അവരെ ഏറ്റെടുത്തു. ഞാനപ്പോ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ അത്ഭുതമല്ലേ നടന്നത്? പാസ്റ്റർ എത്ര വർഷമായി? 35 വർഷമായിട്ട് ദൈവവേല ചെയ്യുന്ന പാസ്റ്റർക്ക് വിശ്വാസം പോരായിരുന്നു. അപ്പൊ ഞാൻ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പാസ്റ്ററെ എന്ന് പറഞ്ഞു. എന്നിട്ട് പാസ്റ്ററോട് ഞാൻ ഒരു മറുചോദ്യം ചോദിച്ചു. പക്ഷെ കർത്താവിന്റെ മുന്നിൽ പക്ഷപാതക്കാരനെ 4 പേര് ചുമന്നുകൊണ്ട് വന്ന് മുന്നിൽ ചെല്ലാൻ വയ്യാഞ്ഞപ്പോൾ മേൽക്കൂര ഇറക്കി തമ്പുരാന്റെ മുന്നിൽ ഇറക്കി വെച്ചു. അപ്പോൾ ആ പക്ഷപാതക്കാരന്റെ വിശ്വാസം കണ്ടിട്ടാണോ ദൈവം അവന് വിടുതൽ കൊടുത്തത്? അല്ല, ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ടല്ലേ പാസ്റ്ററെ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരന് അവിടെ വിസ കിട്ടി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ അവിടെ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ബ്രദർ, ഈ പാസ്റ്റർ എനിക്ക് വിളിച്ചു മെസ്സേജ് തന്നു, അവിടെ ഇന്ന പോലെ ജോലി കിട്ടി, ഇനി ആ പയ്യന് ചെലവും താമസവും എല്ലാം ഈ ശമ്പളത്തിൽ നിന്ന് വേണം. ഞാൻ പറഞ്ഞു അവിടെയും ദൈവം അത്ഭുതം ചെയ്യും. ദൈവം ഒരു ഭക്തനെ ഒരിക്കലും, നീതിമാന്റെ മക്കൾ അപ്പത്തിന് ഇറക്കത്തില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. അവിടുന്ന് പാസ്റ്റർ എന്നോട് അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ട്രാവൽ ഏജൻസിയുടെ മുതലാളി തന്നെ ഈ സഹോദരനെ വിളിച്ച് സ്വന്തം കാറിൽ അവൻ താമസിക്കുന്നിടത്ത് പോയി അവന്റെ തുണികളെല്ലാം എടുത്ത് അവന്റെ ബാഗും എടുത്ത് അവനെ കൊണ്ടുവന്ന് ഈ ഓഫീസിന്റെ മേളിൽ തന്നെ ഒരു റൂമും ഒരു ബെഡ് ഫേസും അതിന്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ മെസ്സിൽ ആഹാരവും ഏർപ്പാട് ചെയ്തു. അത് ആ മുതലാളി കൊടുത്തോളാന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെയും ദൈവം അത്ഭുതമാണ് ചെയ്തത്. കാരണം അവിടെ ദുബായില് ഞാൻ കണ്ടിടത്തോളം ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ആർക്കും റൂം റെന്റോ ഭക്ഷണമോ ആ ഏജൻസികൾ കൊടുക്കാറില്ല, എല്ലാം സ്വന്തമാണ്. അപ്പോൾ ഈ സഹോദരന് റൂമും ഭക്ഷണവും ആ മുതലാളി തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും അത് ദൈവത്തിന്റെ അത്ഭുതമാണ് സംഭവിച്ചത്. അങ്ങനെ ആ സഹോദരനിലൂടെയും ദൈവം എന്നിലൂടെ ഒരു വിടുതൽ കടന്നു. അത് കഴിഞ്ഞ് പെരുമ്പാവൂരിൽ നിന്നും അവിടെ ആ പയ്യന്റെ അച്ഛൻ എന്നെ വിളിച്ചു, ഈ പാസ്റ്ററുടെ നമ്പർ മേടിച്ച് എന്നെ വിളിച്ചു, ഒരുപാട് നന്ദിയൊക്കെ. ഞാൻ പറഞ്ഞു നന്ദിയൊന്നും എനിക്ക് വേണ്ട, നന്ദിയെല്ലാം ദൈവത്തിന് കൊടുക്കും. ഇതെല്ലാം അവിടുത്തെ കൃപയാണ്, എന്റെ ഒന്നുമല്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഒരാണി നമുക്ക് ഭിത്തിയിൽ അടിക്കണമെങ്കിൽ ഒരു ചുറ്റിക ആവശ്യം. ഈ ചുറ്റികയുടെ കഴിവുകൊണ്ട് ഈ ആണി കയറിയത്, അല്ലാതെ ഈ ആണിയുടെ കഴിവുകൊണ്ടല്ല കയറിയത്. ചുറ്റി കൊണ്ട് ആഞ്ഞടിച്ചപ്പോഴാണ് ശക്തിയായിട്ട് ഇത് അകത്തോട്ട് കയറിയത്. ദൈവം എന്നെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ദൈവത്തിന് മാത്രം സ്തോത്രം കൊടുത്താൽ മതി, നന്ദി കൊടുത്താൽ മതി, എനിക്ക് പറയരുതെന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അത്ഭുതം എന്നിലൂടെ നടന്നത്, തൊടുപുഴയിൽ തന്നെ ജോലി ഈ എന്നോട് മോഹൻരാജ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സഹോദരി പറഞ്ഞു, UK നിന്ന് ഒരു സഹോദരൻ അവധിക്ക് വന്നു, നാട്ടിൽ വന്നു. അവധിക്കല്ല, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണെന്ന് തോന്നുന്നു. നാട്ടിൽ വന്നു, അൾസറിന്റെ അസുഖമായിട്ട് തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എന്ത് കഴിച്ചാലും വെള്ളം കുടിച്ചാലും വൊമിറ്റ് ചെയ്യും, ഒന്നും കഴിക്കുന്നില്ല, 7 ദിവസമായി. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ 7 ദിവസമായിട്ട് ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിച്ചാലും ഛർദിക്കും. ഞാൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ സഹോദരിക്ക് മെസ്സേജ് ഇട്ടു, ദൈവം തൊട്ടിട്ടുണ്ട്, അത്ഭുതം നടക്കുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ ഉച്ചയായപ്പോൾ ഒരു 3:30-4 മണിയായപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, 7 ദിവസമായിട്ട് ആഹാരം കഴിക്കാതിരുന്ന ആ പയ്യൻ, എന്ത് കഴിച്ചാലും ഛർദിക്കുന്ന ആ പയ്യൻ അന്ന് ഉച്ചയ്ക്ക് ഒരു പകുതി ദോശ കഴിച്ചു. സ്തോത്രം, പകുതി ദോശ കഴിച്ചു. അവിടെ നിന്നും എന്നെ അറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പകുതി ദോശയല്ലേ കഴിച്ചുള്ളൂ, ഇനിയും അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. 7 ദിവസമായിട്ട് ICUവിൽ കിടന്ന പയ്യനെ അന്ന് രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്തു. ദൈവമക്കളെ, ഇതൊന്നും എന്റെ കഴിവല്ല, എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തിന് പ്രായം ഒരു കാര്യമല്ല.
കാരണം ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞിട്ട് വെറും 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ജൂലൈ ആയപ്പോ 2 വർഷം കഴിഞ്ഞു. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഞാൻ 2 മാസം, 2 വർഷവും 2 മാസവും കഴിഞ്ഞതേ ഉള്ളൂ ഈ ദൈവത്തെ അറിഞ്ഞിട്ട്. അപ്പൊ ദൈവത്തിന് നമ്മളിലൂടെ എന്ത് കാര്യങ്ങൾ ചെയ്യാനും പ്രായം അവിടെ ഒരു വ്യത്യാസമല്ല, ഒരു കണക്കല്ല ദൈവത്തിന്. നമ്മളിലൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയാം, അപ്പൊ എന്റെ തെറ്റുകുറ്റങ്ങളെ ഒന്നും കണക്കിടരുത്, ഒന്നിനും കണക്കിടരുത്, മറ്റുള്ളവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അവസാനം മാത്രമേ ഞാൻ എന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കത്തുള്ളൂ. ഞാൻ ഇന്നും പ്രാർത്ഥിക്കും. പല ദൈവദാസന്മാരും പ്രാർത്ഥിക്കുമ്പോൾ പല ഗ്രൂപ്പുകളുണ്ട്. എനിക്ക് ഒത്തിരി ഗ്രൂപ്പിൽ ഞാൻ ഉണ്ട്. പക്ഷേ ചില ഗ്രൂപ്പുകളിലൊക്കെ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് വേണ്ടി മാത്രം പ്രാർത്ഥനാ വിഷയം. എനിക്കത് ഇഷ്ടമല്ല. കാരണം ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് വേണ്ടി ഞാനപ്പോ പലരോടും ചോദിച്ചിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ആ 12 പേർക്ക് വേണ്ടി മാത്രമാണോ ദൈവം ഈ ഭൂമിയിൽ ജനിച്ചത്? അല്ല. ലോകത്തുള്ള സകല ചരാചരങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം ജനിച്ചത്. സകല മാനവരാശിക്ക് വേണ്ടിയുമാണ് ദൈവം രക്തം ചീന്തിയത്. അപ്പോൾ ആ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി നമ്മളെ നിയോഗിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ മാനവരാശിക്ക് വേണ്ടി, ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങൾക്ക് വേണ്ടി, ജീവനുള്ള വസ്തുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാതെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ 10 മെമ്പേഴ്സ് ഉണ്ടോ, 10 അഡ്മിൻ ഉണ്ടോ, അത്രയും പേർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. ഞാനൊരു ഗ്രൂപ്പിലുണ്ട്. ഞാൻ ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ആ ഗ്രൂപ്പിൽ തുടങ്ങിയ അന്നു മുതൽ ആദ്യം ഇട്ടിരിക്കുന്ന ആ വിഷയം തന്നെ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി മാത്രം, ആ ഗ്രൂപ്പിലുള്ളവരുടെ അസുഖങ്ങൾ പറഞ്ഞ്, അവരുടെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് മാത്രം പ്രാർത്ഥിക്കുന്നു. അതല്ല പ്രാർത്ഥന. ഞാൻ പറയുന്നത് ലോകത്തിലുള്ള എല്ലാവരെയും വെച്ച് പ്രാർത്ഥിക്കണം. കാരണം ഈ സത്യദൈവത്തെ ലോകത്തിലുള്ളവരുടെ എല്ലാവരും ഈ സത്യദൈവത്തെ അറിയുകയും ആ ദൈവത്തിന്റെ സ്നേഹം അറിയുകയും ആ ദൈവത്തിന്റെ പരിചരണം അറിയുകയും ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരെ കൂടി ആ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് മൊത്തം അങ്ങനെയാണ്. കാരണം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഈ ദേശങ്ങളെയും ലോകത്തെയും ഈ കംപ്ലീറ്റ് ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും പല സ്ഥലങ്ങളിലായിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അവസാനം മാത്രമേ ഞാൻ എന്നെ പറ്റി പ്രാർത്ഥിക്കത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഞാൻ അതായത് പലരോടും ചോദിച്ചു, കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ആ 12 പേർക്ക് വേണ്ടി മാത്രമാണോ ഈ ഭൂമിയിൽ ജനിച്ചത്? ഈ ഭൂമിയിൽ ദൈവം ശുശ്രൂഷകൾ ചെയ്തത് അവർക്ക് വേണ്ടി മാത്രമാണോ? അല്ല. ലോകത്തുള്ള സർവ്വജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. പലരെയും നന്മയിലേക്ക് കൊണ്ടുവന്നു. 12 പേരെ ഉപയോഗിച്ചതും പലർക്ക് വേണ്ടിയാണ്. പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പലർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനുമാണ് പ്രവർത്തിച്ചത്. ദൈവം എടുത്ത് അവരെ കൂടെ കൊണ്ട് നടത്തിയത്. അതല്ലേ പറഞ്ഞത്, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. മീൻപിടുത്തക്കാരല്ല, മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ആ 12 പേർക്ക് വേണ്ടി മാത്രം പരസ്പരം പ്രാർത്ഥിക്കണം എന്നല്ല. ലോകത്തുള്ള സർവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഗ്രൂപ്പിലുള്ളവർ മാത്രം ദൈവത്തെ അറിഞ്ഞാൽ പോരാ. ലോകം മൊത്തം എമ്പാടും അറിയണം ദൈവത്തെ. എന്നെ ഇന്ന് രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഈ ദൈവം ഞാൻ ഇന്നുവരെ ആരാധിച്ചും പൂജിച്ചും പോന്നിരുന്നവർ വെറും മിഥ്യയാണെന്നും അവർക്കൊന്നും ചെവിയില്ല, കണ്ണില്ല, കൈകാലുകളില്ല, ഉണ്ടെങ്കിലും ചലിക്കുന്നില്ല, കേൾക്കുന്നില്ല, മണക്കുന്നില്ല, ഒന്നുമില്ല. ആ പാരമ്പര്യത്തിന്റെ അന്ധകാര കെട്ടിൽ നിന്നും ഈ ദൈവം എന്നെ ജനിച്ചപ്പം മുതൽ കണ്ടിരുന്നു എന്നുള്ളത് ഒരു സത്യമായ നഗ്ന സത്യമാണ്. കാരണം ഞാൻ മരിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചപ്പോഴും ഞാൻ ഉറങ്ങിപ്പോകാൻ കാരണം എനിക്ക് ഇന്ന് മനസ്സിലാകുന്നു, ഈ ദൈവം എന്നെ ഉറക്കിയതാണ്. കാരണം ഞാൻ ഉണർന്നിരുന്നാൽ പിശാച് എന്നെ കൊല്ലും. അപ്പോൾ ആ തന്ത്രത്തിൽ പെടാതെ ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ എന്നെ ഉറക്കിക്കളഞ്ഞ് നേരം വെളുക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയിൽ എന്നെ നല്ല പ്രഭാതം കാണുവാൻ ഉണർത്തിക്കൊണ്ടിരുന്നത് ഈ സർവശക്തനായ, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കൃപാലുവായ ഈ ദൈവമാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലാകുന്നു. കാരണം ഈ ദൈവം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നെ മണ്ണോട് മണ്ണായി. ഞാൻ പലപ്പോഴും മരിക്കണം എന്ന് ചിന്തിച്ചപ്പോഴെല്ലാം എന്നെ ഈ ദൈവമാണ് ഉറക്കിയത്. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ ഈ ദൈവം കണ്ടുവച്ചിരുന്നതാ, എന്നെ വിശദീകരിച്ചിരുന്നതാ. ഇന്ന് എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ,
അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് മധുരമായി എന്നെ അപ്പാ അവിടുന്ന് മാനിച്ചു ഉയർത്തണമേ എന്ന എന്റെ പ്രാർത്ഥന. ഇന്ന് മാറായിലെ വെള്ളം കുടിച്ച് സ്തോത്രം കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്കെല്ലാം എന്നിലൂടെ ഒരു മധുരം ഉണ്ടാകണമേ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും എല്ലാം. ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ എന്നിലൂടെ ചെയ്യണം, ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് പൂർണ്ണ സമയം ഇറങ്ങണം എന്നുള്ളൊരു പൂർണ്ണ മനസ്സോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ ഇത്രയും വഴി നടത്തി, ഇത്രയും സന്തോഷത്തോടെ മരണചിന്തയിൽ നിന്നെല്ലാം വിട്ട് എന്നെ ഈ ഒരു സന്തോഷ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഈ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ 80 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ് DPക്ക് കഴിച്ചുകൊണ്ടിരുന്നതാണ്. സാധാരണ എല്ലാവരും പറയും 80 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടുള്ളവർ ഹൈ BP ആണ്. ഈ BP ഷുഗറിന്റെ ഒക്കെ ടാബ്ലറ്റ് കഴിച്ചാൽ അത് നിർത്താൻ പാടില്ല, കണ്ടിന്യൂ ആകണം. പക്ഷെ ദൈവകൃപയാൽ 2 വർഷത്തോളമായി ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നില്ല. എനിക്ക് ഇതിനിടയ്ക്ക് 2 ദിവസം എന്റെ ശബ്ദം നിന്നുപോയി. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എന്റെ ബോസ് എന്നോട് പറഞ്ഞു, ചേട്ടൻ ഹോസ്പിറ്റലിൽ പോകും, അതുപോലെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ മതി, കസ്റ്റമേഴ്സിന്റെ മുന്നിൽ പോകണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല എന്ന്. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എന്റെ ഹോസ്പിറ്റൽ സ്വർഗവും എന്റെ ഡോക്ടർ അപ്പനുമാണ്. എന്റെ കരം പിടിച്ചിരിക്കുന്ന അപ്പന എന്റെ ഡോക്ടർ എന്ന് പറഞ്ഞു. അവിടെ നിന്നും ഞാൻ കൈവച്ചു പ്രാർത്ഥിച്ചു. എന്റെ തൊണ്ടയ്ക്ക് ഞാൻ തന്നെ കൈവച്ചു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ദിവസം വൈകിട്ട് കിടക്കുമ്പോൾ ഞാൻ ഇതുപോലെ കൈവച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പാ നാളെ രാവിലെ എനിക്ക് നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് എഴുന്നേൽക്കുവാൻ എനിക്ക് എന്റെ ശബ്ദം തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ സ്തോത്രം പറഞ്ഞ എഴുന്നേൽക്കുന്നത്. എല്ലാവർക്കും അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു അവിടെ സംഭവിച്ചത്. കാരണം ഹോസ്പിറ്റലിൽ പോലും പോകാതെ ഒരു ശബ്ദം, എന്താ പറയുന്ന ഒരു ചെറിയ സൗണ്ട് പോലും വായിന്ന് വരാതെ. എനിക്കറിയാം എന്റെ തൊണ്ടയെ പിശാച് പിടിച്ചു വാങ്ങി. കാരണം ഞാൻ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പലർക്കും അത്ഭുതം ചെയ്യുന്നുണ്ട്. അപ്പം ഇവന് ഇച്ചിരി ഇരിക്കപ്പുറതി ഉണ്ടാവും, എന്നെ മുന്നോട്ട് വിടാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുക. ഇന്നലെയും എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. എന്നെ ഇന്നലെ തളർത്തി കളഞ്ഞു. ഇന്ന് ഞാൻ ഈ സാക്ഷ്യത്തിന് ഇരിക്കത്തില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെങ്കിൽ വൈകുന്നേരമായപ്പോൾ എന്റെ മനസ്സ് തന്നെ ഒരു ചിന്ത തന്നു, ദൈവത്തിന്റെ വാഗ്ദത്തമാണിത്, ഇത് നടക്കും. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ അതിസന്തോഷമായിട്ട് എഴുന്നേറ്റ് എന്റെ ശാരീരിക അസ്വസ്ഥതകളെല്ലാം രാത്രി തന്നെ അപ്പം തൊട്ട് സൗഖ്യമാക്കി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു സഹോദരൻ നെഞ്ചിന് വേദനയായിട്ട് കൈവച്ച് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിൽക്കുകയായിരുന്നു, നെഞ്ചിന് കൈവച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. എന്നാ ചേട്ടാ, എനിക്ക് ഭയങ്കരമായ നെഞ്ചിന് വേദന, ഞാൻ ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എന്റെ മനസ്സന്നേരം പറഞ്ഞു പ്രാർത്ഥിക്കാൻ. എന്റെ മനസ്സ് ഇങ്ങോട്ട് പറയുകയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആ സഹോദരനോട് പറഞ്ഞു, മോനെ നീ പോവണ്ട, ഒരു 2 മിനിറ്റ് നിൽക്കി, ഞാൻ ഇപ്പോൾ ഓടി വരാം. ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി ഇതാക്കി വെച്ച് ഞാൻ ആ സഹോദരനെ വിളിച്ചു മാറ്റി നിർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ പയ്യനും ഒരു ഹിന്ദുവാണ്. ഞാൻ ചോദിച്ചു, യേശു ക്രിസ്തുവിന്റെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ സഹോദരന്റെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനൊരു ദൈവസാന്നിധ്യത്തിലായി. ഞാൻ പറഞ്ഞു, അപ്പന്റെ തീ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നന്ദി പറഞ്ഞു. പ്രാർത്ഥന നിർത്തി കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, ചേട്ടൻ ആ സ്വർഗീയ തീ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ശരീരം മൊത്തം കരണ്ട് അടിക്കുന്ന പോലെയായി. അത് കഴിഞ്ഞ് ചേട്ടൻ കൈ വെച്ചിരുന്നിടത്തുകൂടി ഒരു ഐസ് കട്ട എന്റെ നെഞ്ചിനകത്തേക്ക് കയറുമായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവം തൊട്ടതാണ്, സ്തോത്രം. അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞു, എന്റെ നെഞ്ചിന് വേദന മാറിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയും ദൈവം ഒരു അത്ഭുതം ചെയ്തു എന്നിലൂടെ. എനിക്കിനിയും വിശ്വാസമുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ ദൈവം ഒരിക്കലും എന്നെ തളർത്തിക്കിടത്തുവാൻ പിശാചിന് കൊടുക്കത്തില്ല. കൊടുക്കണമായിരുന്നെങ്കിൽ എന്നെ എത്രയോ പ്രാവശ്യം പാറ്റിക്കളയാൻ നോക്കിയപ്പോൾ വിട്ടുകൊടുക്കാമായിരുന്നു. വിട്ടുകൊടുത്തില്ല. എന്റെ പൂർണ്ണ ആഗ്രഹം, എന്റെ മനസ്സിന്റെ പൂർണ്ണ ആഗ്രഹം ജോലിയെല്ലാം വിട്ടിട്ട് ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് 24 മണിക്കൂർ ഇറങ്ങണം എന്നുള്ള ഒറ്റ ചിന്തയാണ്. അനേകരെ ജീവന്റെ മാർഗത്തിലേക്ക്, രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരണം.
അതാണ് എൻ്റെ പൂർണ്ണ ആഗ്രഹം. ഈ ദൈവം എന്നെ അതിനു വേണ്ടി ഉപകരിക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ അരോമ ടിവിയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ ഒരു സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ, ഒരു അത്ഭുത സാക്ഷ്യമായി നിങ്ങളെയും മാനിച്ചുയർത്തട്ടെ ദൈവം. നാളെ അനേകരെ ഈ ദൈവത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളെയും ദൈവം പ്രാപ്തനാക്കണം ഈ സാക്ഷ്യത്തിലൂടെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പൊ ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ഒരു സാക്ഷിയായി ഈ അരോമ ടിവിയുടെ ചാനലിലായിരിക്കുവാൻ അപ്പൊ അവിടുന്ന് തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പൊ എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർ അപ്പൊ ആ സത്യദൈവത്തെ തിരിച്ചറിയുകയും അവരിലൂടെ അനേകർ അങ്ങയിലേക്ക് അങ്ങയെ തിരിച്ചറിയുവാനും അങ്ങയുടെ സ്നേഹത്തിൽ ജീവിക്കുവാനും അപ്പൊ അവിടുന്ന് അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവരെ എല്ലാം നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അരോമ ടിവിയെയും അതിന്റെ അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ ദേവദാസനെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ TV ചാനൽ അനേകർക്കൊരു അനുഗ്രഹമായി മാറണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിലായിരിക്കുന്ന മറ്റു സഹപ്രവർത്തകരെയും അപ്പൊ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയായി അപ്പൊ അവിടുന്ന് ഇതിനെ മാനിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, എന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ശാരീരികമായിട്ടും മാനസികമായും ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ മക്കൾക്കും എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് കർത്താവ് പറഞ്ഞ അതിവേഗത്തിൽ പായുന്ന വചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിനെ സന്തോഷപ്പെടുത്തുന്നതായി ഞാൻ കാണുകയാണ്. ഇന്ന് കടഭാരത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും പലവിധ രോഗങ്ങളാലും ആയിരിക്കുന്നവരെ തമ്പുരാന്റെ അദൃശ്യ കരം തൊട്ട് സൗഖ്യമാക്കുന്നതാണ്. അപ്പൊ ഒരു പ്രാവശ്യം കൂടി ഈ അരോമ ചാനലിനെയും പ്രിയ ദേവദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനെയും അപ്പൊ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതൊരു അനുഗ്രഹമായി മാറണമേ. അനേകരെ കയ്പുനീരിന്റെ വെള്ളം കുടിച്ചു കിടക്കുന്ന അനേകർക്ക് ഒരു മധുരമായി ഈ പ്ലാറ്റ്ഫോം മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതിൽ അനേകം സാക്ഷികൾ ഇനിയും ഹല്ലേലൂയ അവിടുത്തെ നാമമഹത്വത്തിനായി ഉയർത്തപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാം ദൈവമഹത്വത്തിനായി ഭവിക്കും. ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്ര, സർവമാനവും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ വേണുഗോപാലൻ നായർ അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നടത്തിയ ദൈവീയ ഇടപെടലുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവങ്ങളെ അനേകരോട് പങ്കുവച്ച് അനേകരെ കർത്താവിലേക്ക് വഴി നടത്തുവാൻ ദൈവദാസനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം ഒരു വ്യക്തികളെ വിളിച്ച് വേർതിരിക്കുന്നത് ആമേനെ എത്ര അതിശയകരമായിട്ടാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. എത്രയോ ദിനരാത്രങ്ങൾ ജീവിതം അവസാനിപ്പിക്കുവാൻ മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് ആമേനെ കിടന്നു പോകുന്ന അനുഭവങ്ങളെക്കുറിച്ച് ആമേനെ കേൾക്കുവാൻ തക്കവണ്ണം ആമേൻ ഇടയായി തീർന്നു. ഒരിക്കൽ തിരുവെഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവ് മരിക്കുവാൻ വേണ്ടി ആമേനെ ചൂരച്ചെടിയുടെ ചുവട്ടില് പോയി കിടന്നു ആമേനെ ഉറങ്ങിപ്പോയ ഒരു അനുഭവത്തെക്കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നു. ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മരിക്കുവാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം അവിടെ പോയത്. എന്നാൽ ദൈവം തന്റെ
ദൂതനെ അയച്ച് ഏലിയാവിന് ഭക്ഷണവും വെള്ളവും കൊടുത്ത് തോളിൽ തട്ടി ഉണർത്തി അവന്റെ ചെവിയിൽ മന്ത്രിച്ചിട്ട് എഴുന്നേറ്റ്, ഇനി നിനക്കേറെ ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏലിയാവ് അവിടെ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ദൈവം പറഞ്ഞതായ ആലോചന പ്രകാരം മുന്നോട്ട് യാത്ര ചെയ്യുവാനും പിന്നീട് അതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം കാണുവാനും അതുവരെ കേട്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും അതുവരെ കേട്ടിട്ടില്ലാത്ത ദൈവീയ അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനും വലിയ ദൈവ പ്രവർത്തികൾക്ക് താൻ പിന്നെയും സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. നമ്മൾ ഒരുപക്ഷെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മരണം വരിച്ചാൽ പിശാച് അവിടെ ജയിക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ ദൈവം അതിന് അനുവദിക്കുകയില്ല. ദൈവം തന്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുകയില്ല. അത് മരണമായാലും രോഗമായാലും ദാരിദ്ര്യമായാലും ദുഃഖമായാലും ദൈവം അതിന് ചിലപ്പോൾ അനുവദിച്ചെന്ന് വരും ചില സന്ദർഭങ്ങളിൽ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അത് സംഭവിക്കുന്നത്. എന്നാൽ അത് അനുവദിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ജീവിച്ചിരുന്ന ചില ദൈവപ്രവർത്തികളെ നാം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കുകയാണ്. പ്രിയ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തില് ഈ ചുരുങ്ങിയ കാലത്തിനുള്ളില് ദൈവത്തിന്റെ അസാധാരണമായ ഇടപെടലുകള്, ദൈവീയ ദർശനവും ദൈവീയ പദ്ധതികളും ആ ഹൃദയത്തിൽ പകരുവാന്, ആത്മാവിന്റെ മേലും പ്രാണന്റെ മേലും ശരീരത്തിന്റെ മേലും ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് വെളിപ്പെടുവാൻ ഇടയായി തീർന്ന അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം അരോമ ടിവിയുടെ ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹവും പ്രചോദനവും വിശ്വാസം വർദ്ധിക്കുന്നതിന് മുഖാന്തരമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു, ഏത് പാരമ്പര്യത്തിൽ, എത്ര വലിയ കുടുംബത്തിൽ, എത്ര കുലശ്രേഷ്ഠതയുള്ളതായ പാരമ്പര്യം നമുക്ക് പറയുവാൻ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം താൽക്കാലികം മാത്രമാണ്. അതൊക്കെ പ്രകൃതി ദത്തം മാത്രമാണ്. അതൊക്കെ സ്വാഭാവികമായ സംഭവങ്ങൾ മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പ്രശംസിക്കുവാനുള്ളത്, എന്തെങ്കിലും പുകഴുവാനുള്ളത്, എന്തെങ്കിലും ഉയർച്ച പറയുവാനുള്ളത്, എന്തെങ്കിലും നിലനിൽക്കുന്നത് പറയുവാനുള്ളത്. കർത്താവ് ഉണ്ടെങ്കിൽ മാത്രമാണ്, കർത്താവിന്റെ വചനമുണ്ടെങ്കിൽ മാത്രമാണ്, കർത്താവിന്റെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്തെങ്കിലും നമ്മൾ ആയിത്തീർന്നു എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്. അല്ല എങ്കിൽ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വളർന്ന ജീവിത പശ്ചാത്തലമോ കുടുംബ ശ്രേഷ്ഠതയോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ നമ്മൾ വിശ്വസിച്ച് പോകുന്ന പാരമ്പര്യവും അതെല്ലാം അർത്ഥശൂന്യമായ ചില അനുഭവങ്ങൾ മാത്രം. അതൊക്കെ താൽക്കാലികം മാത്രം, അത് നിസ്സാരം മാത്രമാണ്. അതുകൊണ്ട് യേശുവിനെ അറിയുവാൻ, യേശുവിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ, കർത്താവിന്റെ ആ ക്രൂശിലെ നമുക്ക് ലഭിച്ചതായ ആ പാപക്ഷമ ലഭിക്കുവാന് ഇടയായിത്തീരുന്നു എങ്കിൽ മാത്രമാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ബന്ധവും നിത്യജീവനായുള്ള നമുക്കുള്ള ആ പദ്ധതിയിലും പങ്കാളിയായി തീരുവാൻ, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ, ആ നിത്യതയ്ക്കായി നാം ഒരുക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രശംസിക്കുവാൻ തക്കവണ്ണം കഴിയുക. അല്ല എങ്കിൽ നാം ഒരു വലിയ വട്ടപൂജ്യം മാത്രമാണ്. അതുകൊണ്ട് ഈ നിസ്സാരത്വം അല്ല നമ്മുടെ ജീവിതത്തില് നമുക്ക് പുകഴുവാനുള്ളത്. അതെല്ലാം താൽക്കാലികമാണെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലുള്ളതായ ആ വലിയ പ്രത്യാശ, വിശ്വാസം, ആ ദൈവീയ അനുഗ്രഹങ്ങൾ നമ്മൾ ധാരാളമായി വർദ്ധിച്ചു വരേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് നമുക്ക് തിരിയാം. നാം കേട്ട് കഴിഞ്ഞല്ലോ, നമ്മുടെ മുൻപിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നതായ രണ്ട് പാതകളുണ്ട്. ഒന്ന് ജീവങ്കലേക്കുള്ള പാത, ഒന്ന് നരകത്തിലേക്കുള്ള നിത്യനാശത്തിലേക്കുള്ള പാത. നാം ഏത് തിരഞ്ഞെടുക്കും? നാം നിത്യജീവങ്കലേക്കുള്ള പാത എന്ന് പറയുന്നത് അത് ഇടുക്കവും ഞെരുക്കവും ഏറെ കഷ്ടതകളും ഉള്ളതാണ്. അത് മുന്നോട്ട് പോകും തോറും സ്തോത്രം വളരെ 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 ഇടുങ്ങി വരുന്നതാണെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നാൽ നരകത്തിലേക്ക് പോകുന്ന പാത നമ്മുടെ മുൻപിൽ തുറന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു എന്ന് വരും. എന്നാൽ അതെല്ലാം നാശത്തിലേക്ക് നമ്മെ നിബന്ധിക്കുവാനിടയാക്കി തീർക്കും. എന്നാൽ ആ ഇടുക്കുവാതിലൂടെ നമുക്ക് കയറി
ആമേൻ ആ സ്വർഗീയ ഭവനത്തില് ആമേൻ എത്തിച്ചേരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാൻ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വലിയൊരു അനുഗ്രഹമായി തീർന്നു തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ TV സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രാർത്ഥനകൾ സംബന്ധിക്കൂ. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com